കഥ തുടരുന്നു. സംഗതി പിശകാണെന്ന് ചാത്തുണ്ണിയുടെ മക്കൾക്ക് ഉറപ്പായി. റോബിനും റെന്നിയും മുഖാമുഖം നോക്കി ഒരധികായനെ പോലെ റോഡിന് നടുവിൽ നിൽക്കുകയാണ് ചന്തു. ഇവനെ ഇടിച്ചു തെറിപ്പിച്ചാലോ? റെന്നി ചേട്ടനോട് തിരക്കി. വേണ്ട, ആ കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ അവൻ്റെ ഭാഗത്ത് നിൽക്കൂ. നമുക്ക് യാതൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. റെന്നി ബ്രേക്ക് ചവിട്ടി. ചന്തുവിനെ തൊട്ടു ഇല്ലെന്ന രൂപത്തിൽ ജീപ്പ് നിന്നു. എൻജിൻ ഓഫ് ചെയ്യടാ. റെന്നി അനുസരിച്ചു. ഇങ്ങോട്ടിറങ്ങടാ. ചന്തു റെന്നിയുടെ അടുത്ത് ചെന്നു. എന്താ കാര്യം? പറയാമെന്നേ. അപ്പോഴേക്കും ആൾക്കാർ ജീപ്പ് വളഞ്ഞു കഴിഞ്ഞിരുന്നു. റെന്നി പുറത്തിറങ്ങാൻ മടിച്ചു. ദേ, ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. വെറുതെ സീൻ സൃഷ്ടിക്കല്ലേ റെന്നിമോനെ. എന്നോട് കൽപ്പിക്കാൻ നീ ആരാണടാ? റെന്നിക്ക് കോപം വന്നു. ഇവിടുത്തെ രാജാവോ നീ? ഇപ്പോൾ അതെ. പറഞ്ഞതും അയാൾ റെന്നിയെ വലിച്ച് പുറത്തിറക്കി. ഷർട്ടേന്ന് വിടറാ. റെന്നി ആ കൈ തട്ടി മാറ്റി. എന്താ നിൻ്റെ ഉദ്ദേശം? ചന്തു കുമാരനെ നോക്കി. അയാൾ കീറി തറയിലിട്ടിരുന്ന ഒരു പോസ്റ്റർ എടുത്തുകൊണ്ട് വന്നു. ആരാ മോനെ ഇത് എഴുതിയത്? ഇത് നല്ല കൂത്ത്. ഞാനെങ്ങനെ അറിയും? വെറുതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കല്ലേ. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കാനാണോ നിന്റെ ഭാവം? കട്ടത് താൻ തന്നെയാ. കരിക്കാരി മാധവി ആൾക്കാരെ തള്ളി മാറ്റിക്കൊണ്ട് മുന്നിലേക്ക് വന്നു. ഇന്നലെ രാത്രിയിൽ താനും കുറേ പേരും ചേർന്ന് ഇതൊക്കെ ഒട്ടിക്കുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടതാ. റെന്നി മാധവിയെ തുറച്ചു നോക്കി. അവൻ്റെ മുഖം വിളറി. മാധവി? അങ്ങനെ തന്നെയാ എൻ്റെ പേര്. ആ നേരത്ത് നീ എവിടെ പോയതായിരുന്നടി? വ്യഭിചരിക്കാൻ. തനിക്കെന്തെങ്കിലും നഷ്ടമുണ്ടോ? റെന്നിയുടെ നാവടഞ്ഞു. റോബിനും ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇതൊക്കെ മോശമല്ലേ റെന്നി? ചന്തു സൗമ്യതയെ തിരക്കി. ആണുങ്ങൾക്ക് ചേർന്നതാണോ ഇതൊക്കെ? നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി. ഓക്കെ, ഇത് എൻ്റെ കൂടി പ്രശ്നമാണല്ലോ. പോസ്റ്ററിലെ പേരുകാരൻ ഞാനായി പോയല്ലോ. ചന്തു തുടർന്നു. ഏതായാലും വന്നത് വന്നു. താൻ വാ. എവിടെ? ആ പെങ്കൊച്ച് രാവിലെ മുതൽ കണ്ണീരൊഴുക്കാൻ തുടങ്ങിയതാ. അവളോട് ക്ഷമ പറഞ്ഞേര്. ഞാനോ? അതെ, എൻ്റെ പട്ടി വരും. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ലല്ലോ. തൽക്കാലം താൻ മതി. ചന്തു, കളിക്കുന്നത് ആരോടാണെന്ന് ഓർമ്മ വേണം. ഉവ്, നിൻ്റെ അന്ത്യം അടുക്കാറായി. റെന്നിമോന് ജോത്സവം അറിയാമോ? അവൻ പല്ലു കടിച്ചു. സമയം പോകുന്നു. വേഗം വന്നാട്ട് റെന്നി. നീ പോടാ. റോബിനും പുറത്തിറങ്ങി. ചാത്തുണ്ണിയുടെ മക്കളെ കൊണ്ട് ക്ഷമ പറയിക്കാൻ ഒരു പട്ടിയും വളർന്നിട്ടില്ലടാ. അവസാനം പറഞ്ഞത് ചാത്തുണ്ണിയുടെ പേര്. തൽക്കാലം ക്ഷമ പറയിക്കാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. നടക്കടാ. ചന്തു റെന്നിയെ മുന്നോട്ട് തള്ളി. അവൻ തിരിഞ്ഞ് ചന്തുവിനെ അടിച്ചു. അയാൾ ആ കൈ തട്ടി മാറ്റിയിട്ട് മുഖമടച്ച് ഒന്ന് കൊടുത്തു. മുഖത്തിൻ്റെ ഷേപ്പ് മാറിയതുപോലെ തോന്നി റെന്നിക്ക്. തലയ്ക്കുള്ളിൽ വണ്ടുകൾ മൂളിപ്പറന്നു. ചന്തുവിനോട് എതിരിടാൻ റോബിൻ മുന്നോട്ട് കുതിച്ചതും പിറകിൽ നിന്ന് കുമാർ തോളിൽ കൈവച്ചു. വേണ്ട കൊച്ചു മുതലാളി. ഇവിടെ നിൽക്കുന്നവർ ഓരോ തവണ കൈവച്ചാൽ പിന്നീട് നിങ്ങളുടെ പൊടി പോലും കാണില്ല. ഓർമ്മ വേണം. റോബിൻ നിന്നു. ചന്തു റെന്നിയെ കുഞ്ഞച്ചൻ്റെ ചായക്കടയിലേക്ക് നടത്തി. ലൈലേ, ചന്തു വിളിച്ചു. അവൾ ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. സാരിയുടെ തലപ്പ് കൊണ്ട് മുഖം തുറച്ചു. ഇവിടെ വാ. ആ ആജ്ഞയെ ധിക്കരിക്കാൻ അവൾക്കാകുമായിരുന്നില്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ലൈല വാതിൽക്കിലെത്തി. ക്ഷമ ചോദിക്കുന്ന അവളോട് ചന്തുവിൻ്റെ കൽപ്പന. റെന്നി മടിച്ചു. അത് വേണ്ട ചന്തുമോനെ. കുഞ്ഞച്ചൻ ഇടയ്ക്ക് കയറി. ആരാണിത് ചെയ്തതെന്ന് മനസ്സിലായല്ലോ, അത് മതി. ചേട്ടൻ ഈ കാര്യത്തിൽ ഇടപെടേണ്ട. ചന്തു പറഞ്ഞത് കേട്ട് കുഞ്ഞച്ചൻ്റെ നാവടഞ്ഞു. പറഞ്ഞതനുസരിക്കടാ. തടി കേടാണ്ടെന്ന് കരുതി റെന്നി പറഞ്ഞു. ക്ഷമിക്കണം. പൊയ്ക്കോ. ആൾക്കാർക്കിടയിലൂടെ റെന്നി ജീപ്പിനരിയിലേക്ക് നടന്നു. അവർ അവനെ കൂക്കി. സർവ്വതും സംഹരിക്കാനുള്ള കോപത്തോടെ അവൻ ജീപ്പ് വിട്ടുപോയി. എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. കുഞ്ഞച്ചന് ഭീതി. ചേട്ടൻ വെറുതെ മനസ്സ് വിഷമിപ്പിക്കേണ്ട. എന്തിനും ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. എന്നിട്ടും കുഞ്ഞച്ചൻ്റെ ഭീതി വിട്ടുമാറിയില്ല. ഫൂ, പട്ടിക്ക് പിറന്നവന്മാർ. ചാത്തുണ്ണി മുതലാളി മക്കളുടെ മുഖമടച്ച് ആട്ടി. മാറിപ്പോയിനട മുന്നിന്ന്. അണ്ടി കളഞ്ഞുപോയ അണ്ണാനെ പോലെ നിൽക്കുന്നു. റോബിൻ്റെയും റെന്നിയുടെയും മുഖങ്ങളിൽ ചോരമായി ഉണ്ടായിരുന്നില്ല. ഇനി എങ്ങനെ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങും? ആൾക്കാർ കൂക്കി വിളിക്കില്ലേ? ചായക്കടക്കാരൻ കുഞ്ഞച്ചൻ്റെ മോളോട് ക്ഷമ പറയുക. റെന്നിയുടെ മനസ്സിൽ പ്രതികാരം ജ്വലിക്കുകയായിരുന്നു. മുറിയിലെത്തിയ ഉടനെ അവനൊരു കുപ്പി വിസ്കി എടുത്തു. അതിൻ്റെ അടപ്പ് കടിച്ചു തുറന്ന് വായിലേക്ക് കമഴ്ത്തി. വെള്ളം പോലും ചേർക്കാതെ 3-4 കവിൾ കുടിച്ചിട്ട് പുറം കൈകൊണ്ട് ചുണ്ടു തുറച്ചു. ഇല്ല, കുഞ്ഞച്ചൻ്റെ മകളുടെ വിവാഹം നടക്കില്ല. അഥവാ നടന്നാൽ അതിനു മുമ്പ് ഞാൻ അവളെ ചണ്ടിയാക്കിയിരിക്കും. ലഹരി പിടിച്ചു തുടങ്ങിയപ്പോൾ അവൻ അതിനുപറ്റിയ മാർഗങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ഡോക്ടർ ധർമ്മപ്രസാദിൻ്റെ ഹോസ്പിറ്റലിൽ ലിസി യഥാർത്ഥ ലോകത്തേക്ക് മടങ്ങി വരാൻ തുടങ്ങിയിരിക്കുന്നു. അവളുടെ ആരോഗ്യവും പ്രസരിപ്പുമൊക്കെ അടിക്കടി കൂടിക്കൊണ്ടിരുന്നു. ഒപ്പം സൗന്ദര്യത്തിനും മാറ്റുകൂടുവാൻ തുടങ്ങി. ചന്തുവിനെ കാണുന്നത് തന്നെ ഇപ്പോൾ അവൾക്കൊരു ഹരമാണ്. ഒരു ദിവസം അവൻ ഹോസ്പിറ്റലിൽ ചെല്ലാതിരുന്നാൽ പിറ്റേന്ന് അവൾ പിണക്കം ഭാവിക്കും. എല്ലാം മിനിറ്റുകളോളമേയുള്ളൂ എന്ന് മാത്രം. മകളുടെ മാറ്റം അവറാച്ചനെയും മേരിയെയും ഏറെ സന്തോഷിപ്പിച്ചു. ഒരിക്കലും ഇനി തങ്ങളുടെ മകളെ ഈ നിലയിൽ കാണാമെന്ന വിചാരം അവർക്കുണ്ടായിരുന്നില്ല. ചന്തുവാണ് എല്ലാത്തിനും വഴിയൊരുക്കിയത്. അയാളോട് അവർക്കുള്ള സ്നേഹവാത്സല്യങ്ങൾ വർദ്ധിക്കുകയായിരുന്നു. ചായക്കടക്കാരൻ കുഞ്ഞച്ചൻ്റെ മകൾ ലൈലയുടെ വിവാഹത്തിന് ഇനി 2 ദിവസം മാത്രം. ചന്തു ലൈലയെയും ഷേർലിയെയും കൂട്ടി പട്ടണത്തിൽ പോയി.
അവർക്ക് ആവശ്യത്തിനുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളുമെല്ലാം തിരഞ്ഞെടുത്തു. കുഞ്ഞച്ചൻ വേണ്ടപ്പെട്ടവരെയെല്ലാം ക്ഷണിച്ചിരുന്നു. ചാത്തുണ്ണി മുതലാളിയെ ക്ഷണിക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് വിചാരിച്ച് അയാൾ അവിടെയും ചെന്നു. കാര്യം അറിഞ്ഞപ്പോൾ ചാത്തുണ്ണി കോപം കൊണ്ടലറി. റാസ്കൽ, ഇറങ്ങടാ ഗേറ്റിന് പുറത്ത്. എൻ്റെ ഭൂമിയിൽ പാട്ടം കിടക്കുന്നവന് എന്നെ കല്യാണം വിളിക്കാൻ വരെ ധൈര്യമുണ്ടായി അല്ലേ? മുതലാളി, ഞാൻ മിണ്ടരുത്, പോകാനാ നിന്നോട് പറഞ്ഞത്. കുഞ്ഞച്ചൻ അവിടെ നിന്നിറങ്ങിപ്പോന്നു. എന്നാൽ അവറാച്ചൻ മുതലാളിയെ ക്ഷണിക്കാനെത്തിയ അയാൾക്ക് ഹൃദയപൂർവ്വമായ സ്വീകരണമാണ് കിട്ടിയത്. തീർച്ചയായും വരും കുഞ്ഞച്ച. വല്ലപ്പോഴുമൊക്കെയല്ലേ ഇങ്ങനെ ഒരു സദ്യയൊക്കെ കിട്ടൂ. ശരിക്കും പറഞ്ഞാൽ നാണം തോന്നിയത് കുഞ്ഞച്ചനാണ്. കാരണം കോടീശ്വരനായ മുതലാളി പറഞ്ഞത് കേട്ടില്ലേ? വിവാഹത്തിൻ്റെ തലേ ദിവസം ചന്തുവും കുമാറും ഓഫീസിൽ നിന്നും ലീവ് എടുത്ത് രാവിലെ മുതലേ അവിടെ കൂടി. ഉച്ചയായപ്പോഴേക്കും ചെല്ലപ്പനും എത്തി. ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു അന്ന് പാലമുട്ടിൽ. അവിടെ ആൾക്കാർക്കൊക്കെ കുഞ്ഞച്ചനോട് വളരെ സ്നേഹമായിരുന്നു. അന്ന് കുഞ്ഞച്ചൻ ആരോടും ചായയ്ക്ക് പണം വാങ്ങിയില്ല. പട്ടണത്തിൽ നിന്നും ചന്തു വരുത്തിയ ആൾക്കാരാണ് അടുത്ത ദിവസത്തേക്ക് സദ്യ ഒരുക്കുന്നത്. ബിരിയാണിയും മട്ടനും. ആടുകളെ ഒരിടത്ത് കെട്ടിയിരിക്കുന്നു. ലൈലയുടെയും ഷേലയുടെയും അടുത്ത കൂട്ടുകാരികളൊക്കെ അവിടെയുണ്ട്. ചന്തുവും കുഞ്ഞച്ചനും എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കടയുടെ മുമ്പിൽ കസരകളിരിക്കുമ്പോഴാണ് ചാത്തുണ്ണിയുടെ കാർ റോഡിലൂടെ പോയത്. അയാൾ പല്ല് കടിക്കുന്നത് അവർ കണ്ടു. ഇരുവരും ചിരിച്ചു. അല്ലാതെ എന്തു ചെയ്യാൻ? സായാഹ്നം ലൈലയും ഷേർലിയും നീലിപ്പുഴയിൽ കുളിക്കാനായി പോയി. പെണ്ണുങ്ങളുടെ കടവാണ്. അവിടെ ആണുങ്ങൾ വരാറേയില്ല. ചുറ്റും ചില പൊന്തക്കാടുകളും മറ്റും ഉള്ളതിനാൽ അവർക്ക് വസ്ത്രം മാറുന്നതിനുമൊന്നും പ്രയാസമില്ല. തുവർത്ത് ചുറ്റി ജലത്തിലിറങ്ങുമ്പോൾ ഷേർലി ലൈലയോട് പറഞ്ഞു, നല്ലതുപോലെ കുളിച്ചോ, നാളെ ചെല്ലുന്നിടത്ത് പുഴയും തോടുമൊന്നുമില്ല. ഒന്ന് പോടി അവിടുന്ന്. ലൈല അഞ്ചത്തിയെ നോക്കി നാണിച്ചു ചിരിച്ചു. പിന്നെ ഇരുവരും സ്ഫടികം പോലെയുള്ള ജലത്തിൽ നീന്തി കുളിച്ചു. കരയിലെ പൊന്തക്കാടുകൾക്ക് പിന്നിൽ ആർത്തിയോടെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ചില കണ്ണുകളെക്കുറിച്ച് അവർ അറിഞ്ഞിരുന്നതേയില്ല. ഏറെ നേരം കഴിഞ്ഞാണ് അവർ കരയ്ക്ക് കയറിയത്. വസ്ത്രം മാറാൻ തുടങ്ങിയതും പിന്നിൽ നിന്നും ബലിഷ്ഠമായ കരങ്ങൾ അവരെ വരിഞ്ഞു മുറുക്കി. ഒപ്പം ശക്തമായി താക്കിയതും. മിണ്ടിപ്പോകരുത്. നിലവിളിക്കാനായി വായി തുറന്നപ്പോൾ ഒരു കൈപ്പത്തി മുഖത്ത് അമർന്നത് ലൈല അറിഞ്ഞു. നിമിഷ നേരം കൊണ്ട് ലൈലയെയും ഷേർലിയെയും ആ കൈകൾ പിടിമുറുക്കി. അവർക്ക് ഒന്ന് ചലിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ. ഒപ്പം അവർ ചുറ്റിയിരുന്ന തുവർത്തുകൾ അഴിഞ്ഞു താഴെ വീഴുകയും ചെയ്തു. പെൺകുട്ടികൾ പരിപൂർണ നഗ്നർ. അവർ പിടഞ്ഞുപോയി. കൈകൾ അവരെ പൊന്തക്കാടിനുള്ളിലേക്ക് വലിച്ചിഴച്ചു. റോബിനും റെന്നിയുമായിരുന്നു അത്. അവരുടെ ആൾക്കാരിൽ ചിലരും അവിടെയുണ്ടായിരുന്നു. നീയൊക്കെ ഞങ്ങളെക്കുറിച്ച് എന്താണടി വിചാരിച്ചത്? പട്ടിച്ചികളെ. റെന്നി പല്ല് കടിച്ചു. ഒരിക്കൽ നീ എന്നെ തല്ലിയില്ലേ? എല്ലാത്തിനും കൂടി ഒന്നിച്ച് പ്രതിഫലം തരാനടി ഞങ്ങൾ വന്നിരിക്കുന്നത്. അവൻ ലൈലയെ തറയിലേക്ക് തള്ളിയിട്ടു. അവൾ കാലുകളടിച്ച് പിടഞ്ഞു. അടങ്ങിക്കിടക്കടി അവിടെ. തുലം വ്യത്യസ്തമല്ലായിരുന്നു ഷേർലിയുടെയും അവസ്ഥ. റോബിനെ അവളുടെ സൗന്ദര്യം മത്തു പിടിപ്പിക്കുകയായിരുന്നു. ഈ പൊന്തക്കാടിനുള്ളിൽ തന്നെയാണ് തങ്ങളുടെ അവസാനമെന്ന് പെൺകുട്ടികൾക്ക് തോന്നി. ഇടയിൽ എങ്ങനെയോ ഒരവസരം വന്നു ചേർന്നപ്പോൾ ലൈല റെന്നിയുടെ കൈ കടിച്ചു മുറിച്ചു. ചോര ചീറ്റി. ഹൗ! അവൻ പിടി ഒന്നയച്ചതും അവൾ അമറി നിലവിളിച്ചു, രക്ഷിക്കണേ. മിണ്ടാതെ ഇരിയടി. റെന്നി അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു. ലൈല തളരുകയാണ്. റോബിൻ്റെയും റെന്നിയുടെയും ഗുണ്ടകൾ ഒരു വലയം സൃഷ്ടിച്ചു നിന്നു. ഇവളുമാർ ഒരു തരത്തിലും രക്ഷപ്പെടരുത്. ഒരു ആരവം. ഏവരും കാതുകൾ വട്ടം പിടിച്ചു. അവർ നടുങ്ങി. മങ്ങിയ ഇരുളിലൂടെ ഒരു സംഘം ആൾക്കാർ പൊന്തക്കാടിന് നേരെ ഓടിയെടുക്കുന്നത് ഗുണ്ടകൾ കണ്ടു. റോബിൻ കുഞ്ഞ് ഓടിക്കോ പറഞ്ഞതും ഗുണ്ടകൾ ഓടിക്കഴിഞ്ഞിരുന്നു. സംഗതി പിശകാണെന്നറിഞ്ഞപ്പോൾ റോബിനും റെന്നിയും പെൺകുട്ടികളെ വിട്ട് ചാടി എഴുന്നേറ്റു. മുന്നിൽ ഓടി വന്നത് ചന്തുവും കുമാറും ചെല്ലപ്പനുമായിരുന്നു. പെൺകുട്ടികൾ തുണി വാരി ചുറ്റി. അവന്മാരെവിടെ? ചന്തു അലറി. അതാ ഓടുന്നു. ചെല്ലപ്പൻ കൈ ചൂണ്ടി. വരീൻ. അവർ പിന്നാലെ പാഞ്ഞു. എന്നാൽ റോഡിലെത്തുമ്പോൾ അകന്നു പോകുന്ന ജീപ്പ് മാത്രമാണ് കാണുവാൻ കഴിഞ്ഞത്. കല്യാണത്തിൻ്റെ തലേ ദിവസമാകയാൽ കുഞ്ഞച്ചൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്ന ബാർബർ കുട്ടപ്പൻ്റെ ഭാര്യയാണ് ഈ രംഗങ്ങൾ കാണുവാൻ ഇടയായതും ഓടിച്ചെന്ന് എല്ലാവരോടും വിവരം പറഞ്ഞതും. ലൈലയുടെ വിവാഹം ഭംഗിയായി നടന്നു. കെട്ടിക്കയറ്റം ചെറുക്കൻ്റെ വീട്ടിലായിരുന്നു. ചെറുക്കനും പെണ്ണും യാത്ര തിരിച്ചതിന് ശേഷമാണ് ചന്തുവും കുമാറും അവിടെ നിന്നും പോയത്. യാത്ര പറയുമ്പോൾ കുഞ്ഞച്ചൻ കരഞ്ഞുപോയി. എൻ്റെ കുഞ്ഞിന് ഇങ്ങനെയൊരു ഭാഗ്യമുണ്ടായത് ചന്തു കാരണമാണ്. മോനെ ദൈവം കാത്തുകൊള്ളും. മറുപടി പറയാതെ ചന്തു ചിരിച്ചതേയുള്ളൂ. ദിവസങ്ങൾ പിന്നെയും കടന്നു പോവുകയാണ്. പാലമുട്ടിൽ പകലുകളും രാത്രികളും ഒന്നും സംഭവിക്കാതെ കടന്നുപോയി. ഡോക്ടർ ധർമ്മപ്രസാദിൻ്റെ ഹോസ്പിറ്റലിൽ ഏതാണ്ട് പരിപൂർണമായും സുഖപ്പെട്ടിരിക്കുന്നു ലിസിക്ക്. അവളുടെ ആ പുതിയ ഉണർവും ഉന്മേഷവും ഒക്കെ ചന്തുവിനെ ഏറെ ആഹ്ലാദിപ്പിച്ചു. അവറാച്ചൻ മുതലാളിക്ക് ഇതിൽ കൂടുതൽ സന്തോഷവും വേറെയില്ലായിരുന്നു. എന്നാൽ ചാത്തുണ്ണിയുടെ വീട്ടിൽ ചന്തുവിനെതിരെ ചില പുതിയ ഗൂഢതന്ത്രങ്ങൾ രൂപം കൊള്ളുകയായിരുന്നു. DSP വിജയദാസും ഡോക്ടർ സുധീറുമൊക്കെ ആ ഗൂഢാലോചനയിൽ പങ്കാളികളായി. ഇത്തവണ അവന് രക്ഷപ്പെടാനേ കഴിയില്ല, സുധീർ തീർത്തു പറഞ്ഞു. നമുക്കിത്തിരി ധനനഷ്ടം ഉണ്ടാകുമെന്നേ ഉള്ളൂ. അത് സാരമില്ല, റോബിൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. ഒരു തലവേദന ഒഴിവാകുമല്ലോ. ആളെപ്പോൾ എത്തും? നാളെ ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിൽ. ഓക്കെ. അടുത്ത ദിവസം ഉച്ച കഴിഞ്ഞ സമയത്ത് ചാത്തുണ്ണിയുടെ ബംഗ്ലാവിന് മുന്നിൽ ഒരു കാർ വന്നു നിന്നു. സിറ്റൗട്ടിൽ തന്നെ കാത്തിരിക്കുകയായിരുന്നു ചാത്തുണ്ണി. അയാളുടെ മുഖം തെളിഞ്ഞു.
കാറിൽ നിന്നും ആദ്യം ഇറങ്ങിയത് റോബിനും റെന്നിയുമാണ്. അവരുടെ പിന്നാലെ ആ മനുഷ്യനും തറയിൽ കാലുകുത്തി. ഏലിയാസ് ഫ്രെഡി, ബാംഗ്ലൂർ അധോലോകങ്ങളുടെ കണ്ണിലുണ്ണി, വാടക കൊലയാളി. ലാൽബാഗിൽ വെച്ച് പട്ടാപ്പകൽ 4 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെടിവെച്ച് കൊന്നതാണ് ഏലിയാസിൻ്റെ തുടക്കം. ഇന്നിപ്പോൾ ഭാരതത്തിലെ ഏതു കോണിലും കൊലപാതകങ്ങൾ നടത്തിയതിൻ്റെ കണക്കുകളെ ഫ്രെഡിക്കുള്ളൂ. ഒറ്റനോട്ടത്തിൽ അയാൾ ഒരു ക്രിമിനലാണെന്ന് ആരും പറയുകയില്ല. അതാണ് ഏലിയാസിൻ്റെ വിജയവും. ഒത്ത ഉയരവും വണ്ണവും, വെളുത്ത നിറം, ക്ലീൻ ഷേവ് ചെയ്ത മുഖം, പിന്നോട്ട് ചീകുന്ന കോലൻ തലമുടി, ഉറച്ച കൈകാലുകൾ. ഒരു ഹോളിവുഡ് സിനിമ താരമാണെന്നേ അയാളെ കണ്ടാൽ ആരും പറയും. പക്ഷേ ആ കണ്ണുകൾ ചത്ത മീൻ്റേതുപോലെ വെളുത്ത്. ശീതരക്തമുള്ള കൊലയാളി. അതാണ് അയാൾ, ഏലിയാസ് ഫ്രെഡി. വരൂ വരൂ. ചാത്തുണ്ണി ഏലിയാസിനെ അകത്തേക്ക് ആനയിച്ചു. തൻ്റെ ചെറിയ പെട്ടിയും തൂക്കി അയാൾ വിസിറ്റിംഗ് റൂമിൽ കടന്നു. സെറ്റിയിൽ അമർന്നിരുന്നിട്ട് ചുറ്റും നോക്കി. പിന്നെ കണ്ണട എടുത്തു മാറ്റി. ആ കണ്ണുകൾ കണ്ടപ്പോൾ ചാത്തുണ്ണി ഭയന്നു പോയി. ഫോൺ ശബ്ദിച്ചു. ചാത്തുണ്ണി റിസീവർ എടുത്തു. ആൾ വന്നോ? മറുതലയ്ക്കിൽ ഡോക്ടർ സുധീറാണ്. വന്നു, ചാത്തുണ്ണി സന്തോഷത്തോടെ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. ഏലിയാസിനെ കുടിക്കാൻ? റോബിൻ അയാളെ നോക്കി. അയാൾ തലമുടി പിന്നിലേക്ക് ഒതുക്കി. പിന്നെ പാൻറ്റിൻ്റെ കീശയിൽ നിന്നും ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തു. വെളുത്ത ഒരു തരം പൊടിയായിരുന്നു അതിനുള്ളിൽ. പൊടി അല്പം കൈവെള്ളയിലിട്ട് രുചിച്ചു നോക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞു, തിന്നാനും കുടിക്കാനും ഉള്ളതൊക്കെ എടുത്തു വെച്ചോളൂ. നിമിഷങ്ങൾക്കകം ചാത്തുണിയുടെ ഡൈനിങ് ടേബിളിൽ വറുത്തതും പൊരിച്ചതും മുന്തിയ തരം മദ്യക്കുപ്പുകളും നിരന്നു കഴിഞ്ഞു. ആരോടും ഒന്നും സംസാരിക്കാതെ ഏലിയാസ് ഫ്രെഡി തനിക്കിഷ്ടമുള്ളത് അത്രയും തിന്നുകയും മദ്യം കഴിക്കുകയും ചെയ്തു. അത്രയും അകത്ത് ചെന്നിട്ടും അയാൾക്ക് ലക്കുകെടുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ ശരിക്കും അമ്പരന്ന് പോയി. ഇത്തരം മനുഷ്യരുണ്ടോ? വീണ്ടും വിസിറ്റിംഗ് റൂമിലെത്തിയപ്പോൾ ഡോക്ടർ സുധീറിൻ്റെ കാർ മുറ്റത്തെത്തി കഴിഞ്ഞിരുന്നു. റോബിൻ അയാളെ സ്വീകരിച്ചിരുത്തി. യാത്രയ്ക്ക് സുഖമായിരുന്നോ ഏലിയാസെ? സുധീർ തിരക്കി. അതത്ര രസിക്കാത്ത മട്ടിൽ അയാളെ ഒന്ന് നോക്കിയിട്ട് ഏലിയാസ് പറഞ്ഞു, വിശേഷങ്ങളൊന്നും എഴുന്നള്ളിച്ചു കൊണ്ടിരിക്കുവാൻ എനിക്ക് സമയമില്ല. കൊല്ലേണ്ട ആളിൻ്റെ ഒരു ഫോട്ടോയും 5 ലക്ഷം രൂപ അഡ്വാൻസും തരൂ. അടുത്ത ആഴ്ച പഞ്ചാബിലൊരു മന്ത്രിയെ വധിക്കേണ്ടതായുണ്ട് എനിക്ക്. അവിടെ ഇരുന്നവരുടെ കണ്ണു തള്ളി. എത്ര ലാഘവത്തോടെയാണ് ഒരാളെ കൊല്ലുന്നതിനെക്കുറിച്ച് ഇയാൾ സംസാരിക്കുന്നത്. റോബിൻ 5 ലക്ഷം രൂപ അടങ്ങിയ ബ്രീഫ് കേസും റെന്നി ചന്തുവിൻ്റെ ഒരു ഫോട്ടോയും കൊണ്ടുവന്ന് ഏലിയാസിന് കൊടുത്തു. അയാൾ പെട്ടി തുറന്ന് പണം കണ്ട് തൃപ്തിപ്പെട്ടു. പിന്നെ ഫോട്ടോയിലൊന്ന് നോക്കി. ഇയാളുടെ താമസ സ്ഥലം, ജോലി, ഇവയെക്കുറിച്ചൊക്കെ ഒരു ഏകദേശ രൂപം പറഞ്ഞു തരൂ. ചാത്തുണ്ണി തന്നെയാണ് അതൊക്കെ പറഞ്ഞത്. അവസാനം ഇത്രയും കൂടി സൂചിപ്പിച്ചു. അവൻ ഉദ്ദേശിക്കുന്നതിലും മിടുക്കനാണ്. ഏലിയാസ് സൂക്ഷിക്കണം. അയാൾ തലയിളക്കി. ചാത്തുണ്ണിയുടെ മുഖത്തേക്ക് കണ്ണയച്ചു. മിസ്റ്റർ ചാത്തുണ്ണി, ഏലിയാസിനെ ആരും കൊലപാതകം പഠിപ്പിക്കേണ്ട. എങ്ങനെ വേണമെന്ന് എനിക്കറിയാം. അതല്ലായിരുന്നെങ്കിൽ ബാംഗ്ലൂരിൽ കഴിഞ്ഞിരുന്ന എന്നെ ഇവിടേക്ക് വരുത്തേണ്ടിയിരുന്നല്ലോ. നിങ്ങൾക്ക് തന്നെ കൈകാര്യം ചെയ്യാമായിരുന്നല്ലേ ഉള്ളൂ. ചാത്തുണ്ണിയുടെ മുഖം വിളറി. അയാൾ കോപം കടിച്ചമർത്തുമ്പോൾ ഏലിയാസ് തുടർന്നു. നിങ്ങളുടെ കയ്യിൽ നിന്നും ഞാൻ പ്രതിഫലം വാങ്ങുന്നത് എന്ത് സത്യം തന്നെ. പക്ഷേ എന്നെ ആരും ഭരിക്കാൻ വരുന്നത് എനിക്കിഷ്ടമല്ല. ഒരു ജോലിയേറ്റാൽ അത് ഭംഗിയായി നിർവഹിക്കാനും എനിക്കറിയാം. ഏലിയാസ് എണീറ്റു. ഫോട്ടോ കീശയിൽ തിരുകി. പണം അടങ്ങിയ പെട്ടിയും അയാൾ കൊണ്ടുവന്ന പെട്ടിയും രണ്ടും കൈകളിലുമായി എടുത്തു. എന്നെ ഏതെങ്കിലും ഹോട്ടലിലേക്ക് ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ. റെന്നിയാണ് അയാളെ ഹോട്ടൽ 6 കൊണ്ടുവിട്ടത്. ഏതോ കള്ളപ്പേരിൽ ഏലിയാസ് അവിടെ റൂം എടുത്തു. സമയം രാത്രി 11 മണിയോട് കൂടിയാണ് അവറാച്ചൻ മുതലാളിയും ചന്തുവും തിരികെ എത്തിയത്. മുതലാളിയുടെ പോർച്ചിൽ കാർ നിർത്തിയിട്ട് ചന്തു തൻ്റെ വാസസ്ഥലത്തേക്ക് നടന്നു. അടുത്ത ദിവസം വെളുപ്പിന് ഒരിടത്ത് പോകാനുള്ളതാണ്. അടഞ്ഞ വാതിലിന് മുന്നിൽ അയാൾ നിന്നു. കീശയിൽ നിന്നും താക്കോലെടുത്ത് പൂട്ടിൽ കടത്തി. പക്ഷേ താൻ മരണത്തിന് മുന്നിലാണ് നിൽക്കുന്നതെന്ന് പാവം ചന്തു അപ്പോൾ അറിഞ്ഞിരുന്നില്ല. ചന്തു വാതിൽ തുറന്ന് അകത്ത് കയറി. കൈനീട്ടി സ്വിച്ചിട്ടു. മുറിയിൽ വെളിച്ചം പരന്നതും തലയ്ക്ക് മുകളിൽ ഒരു ബോംബ് വീണതുപോലെ അയാൾ നടുങ്ങി. വാതിലിനു നേരെയുള്ള സെറ്റിൽ തന്നെ ആജാനുബാഹുവായ ഒരാൾ. കറുത്ത പാൻറ്റും ഷർട്ടും അതേ നിറമുള്ള ഷൂസും ഗ്ലൗസുകളും. ആകെക്കൂടി ഒരു വല്ലാത്തയാൾ. ചന്തുവിൻ്റെ കൈ കീശയിലേക്ക് താണു. ആരാണ് നിങ്ങൾ? ഏലിയാസ് ഫ്രെഡി, നിസ്സങ്കോചം അയാൾ പറഞ്ഞു. എങ്ങനെ ഇതിനുള്ളിലെത്തി? ജനാല മുറിച്ച്. എന്തിന്? നിങ്ങളെ കൊല്ലാൻ. ചന്തുവിൽ വീണ്ടും ഒരു നടുക്കം. പക്ഷേ അത് പുറത്ത് പ്രകടിപ്പിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടം? 10 ലക്ഷം രൂപ. വാടക കൊലയാളിയാണ് അല്ലേ? അതെ. പക്ഷേ എൻ്റെ തൊഴിലിനെ അവജ്ഞയോടെ വീക്ഷിക്കരുത്. ഒരിക്കലുമില്ല. ഏത് തൊഴിലിലും മാന്യതയുള്ളതാണെന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ് ഞാനും. ഇത്രയുമൊക്കെ ആയപ്പോഴേക്കും ചന്തുവും സമനില കൈവരിച്ചു കഴിഞ്ഞിരുന്നു. എനിക്ക് അധികം സമയമില്ല. കഴിയുന്നത് നേരത്തെ മടങ്ങണം. പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് ആ മനുഷ്യൻ കുതിച്ചു ചാടി. ചന്തുവിന് കാണാനുള്ള അവസരം പോലും കിട്ടിയില്ല. നെഞ്ചിൽ തൊഴിയേറ്റ് അയാൾ ചെന്ന് ഭിത്തിയിലിടിച്ചു. അവിടെ നിന്നും കറങ്ങിത്തിരിഞ്ഞ് വേഗത്തിൽ റിവോൾവർ എടുത്തെങ്കിലും ഫ്രെഡി അത് ചവിട്ടിത്തെറിപ്പിച്ചു. പിന്നെ വയറ്റിൽ തൊഴിച്ച് വീണ്ടും ഭിത്തിയിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് തിരക്ക് കൂട്ടാതെ സോക്സിൽ നിന്നും ഒരു കത്തി വലിച്ചെടുത്തു. വേദനയോടെ പുളയുകയാണ് ചന്തു. കത്തിയുടെ വായത്തല ലൈറ്റ് വെട്ടത്തിൽ വെള്ളി പോലെ തിളങ്ങുന്നത് അതിനിടെ അയാൾ കണ്ടു. തൻ്റെ അന്ത്യം ആസന്നമായിരിക്കുന്നു.
കോബ്ര കരാട്ടെ സ്കൂളിലെ പഴയ മാസ്റ്റർ ഒരു വാടക കൊലയാളിയുടെ കൈകൊണ്ട് മരിക്കുക. ഏലിയാസ് ഫ്രെഡി കത്തി ഉയർത്തി. ചന്തു തൻ്റെ ശക്തി മുഴുവൻ സംഭരിക്കുകയാണ്. ഒരു നിമിഷം അയാളുടെ മാറിടം ലാക്കാക്കി കത്തി താണു വന്നതും മിന്നൽ പോലെ ഒരു പ്രയോഗം. ഏലിയാസിൻ്റെ കണ്ണു തള്ളിപ്പോയി. കത്തി താഴെ വീണു. നാഭിയിൽ കൈ അമർത്തിക്കൊണ്ട് പിന്നോട്ട് മറിഞ്ഞ അയാൾ പിന്നീട് ചലിച്ചില്ല. അത്രയ്ക്ക് ശക്തമായിരുന്നു ചന്തുവിൻ്റെ തൊഴി. ഒരുപക്ഷെ ഏലിയാസ് മരിച്ചേക്കാം എന്നുപോലും അയാൾക്ക് തോന്നാതിരുന്നില്ല. ഏലിയാസ് ഫ്രെഡി ഞരങ്ങിക്കൊണ്ട് കണ്ണുകൾ തുറന്നു. മുഖത്ത് വീണ്ടും ഐസുവെള്ളം വീണു. അയാൾ മുഖം കുടഞ്ഞു. തൻ്റെ മുന്നിൽ ചിലർ നിൽക്കുന്നത് അതിനിടെ അയാൾ കണ്ടു. എണീക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. കാരണം കൈകൾ പിന്നിലേക്ക് ചേർത്ത് കസേരയോട് ബന്ധിച്ചിരിക്കുകയാണ്. ഒരു ബക്കറ്റ് വെള്ളം ഏലിയാസിൻ്റെ ശിരസിലേക്ക് ഒഴിക്കപ്പെട്ടു. അയാൾ തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി. ഫ്രീസറിനുള്ളിൽ ഇരിക്കുന്ന അനുഭവം. അവറാച്ചൻ മുതലാളിയും ചന്തുവും കുമാറുമാണ് ആ മുറിയിലുണ്ടായിരുന്നത്. ഏലിയാസ്, ചന്തു സാവധാനം വിളിച്ചു. അയാൾ തലയുയർത്തി. നിങ്ങളുടെ നാടെവിടെയാണ്? ബാംഗ്ലൂർ. ഐസേ, അവിടെ നിന്ന് ഇത്രയും ദൂരത്തിൽ നിങ്ങൾ എന്നെ കൊല്ലുവാൻ മാത്രം വന്നതാണോ? അതെ. മറുപടി പറയുന്നതിൽ ഏലിയാസ് ഒട്ടും തന്നെ പിശുക്ക് കാട്ടിയില്ല. ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ വന്നത്? ഒരു ചാത്തുണ്ണി. ഓഹോ. ചന്തുവിൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കം. മറ്റാരെങ്കിലും കൂട്ടിനുണ്ടായിരുന്നോ ചാത്തുണ്ണിയുടെ കൂടെ? ഡോക്ടർ സുധീർ. ശരി. നിങ്ങളെ കൊല്ലാനോ പോലീസിൽ ഏൽപ്പിക്കാനോ തൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇനി എനിക്കെതിരെ തിരിഞ്ഞാൽ പിന്നീട് നീ ഉണ്ടാവില്ലെന്ന കാര്യം മറക്കേണ്ട. ചന്തു തിരിഞ്ഞ് അവറാച്ചൻ മുതലാളിയെ നോക്കി. താങ്കളൊന്നും പറഞ്ഞില്ല. ഒക്കെ ചന്തുവിൻ്റെ ഇഷ്ടം. കുമാറേ, ചന്തു വിളിച്ചു. ഇവനെ അഴിച്ചുവിട്ടേരെ. കുമാർ അങ്ങനെ ചെയ്തു. ഹോട്ടൽ സിക്സർ. അറ്റാച്ച്ഡ് ബാത്റൂമിൽ നിന്നും ചൂടുവെള്ളത്തിൽ ഒരു കുളി കഴിഞ്ഞിട്ടാണ് ഏലിയാസ് ഫ്രെഡി പുറത്തു വന്നത്. ശരീരത്തിന് ഇപ്പോഴും അനക്കാൻ പറ്റാത്ത വേദന. തൻ്റെ ആദ്യത്തെ പരാജയമാണ് ഇതെന്ന് അയാൾ ഓർത്തു. ചന്തു ചില്ലറക്കാരനല്ല. ചാത്തുണ്ണിയോ മറ്റോ അറിഞ്ഞാൽ തൻ്റെ ഇമേജ് നഷ്ടപ്പെടുമെന്ന് അയാൾക്കറിയാം. അടുത്ത തവണ തനിക്ക് തെറ്റ് പറ്റരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏലിയാസ് തൻ്റെ പെട്ടി തുറന്നു. അഴിച്ചു വച്ചിരുന്ന ടെലസ്കോപ്പിക് ഗണ്ണിൻ്റെ ഭാഗങ്ങൾ സെറ്റ് ചെയ്യാൻ തുടങ്ങി. സമയം പ്രഭാതം. സെഷൻസ് ജഡ്ജ് ആഷാമേനൻ്റെ വീട്ടുമുറ്റത്തേക്ക് ഒരു ജീപ്പ് പാഞ്ഞു വന്നു. അവിടെ കിടന്നിരുന്ന ബെൻസ് കാറിൻ്റെ തൊട്ടു പിന്നിൽ വല്ലാത്തൊരു ശബ്ദത്തോടെ അത് ബ്രേക്ക് ചെയ്തു. കോൺക്രീറ്റ് തറയിൽ ടയർ ഉരഞ്ഞു പാടുണ്ടായി. ഒപ്പം കരിഞ്ഞ മണവും. വീടിൻ്റെ മുന്നിലെ വാതിൽ തുറന്നു കിടന്നിരുന്നു. ചന്തു ഉറച്ച കാലടികളുടെ ജീപ്പിൽ നിന്നിറങ്ങി. പ്രധാന വാതിൽ കടക്കുമ്പോൾ തന്നെ കണ്ടു സെറ്റിയിലിരുന്നു പത്രം വായിക്കുന്ന SP വിജയദാസ്. തൻ്റെ ഡാഡി. ചന്തുവിനെ കണ്ടപ്പോൾ ആ മുഖത്ത് ഭാവപകർച്ചയുണ്ടായി. നീ? അതെ, ഞാൻ തന്നെ. ചന്തു അദ്ദേഹത്തിൻ്റെ നേരെ ചെന്നു. നിനക്കെന്ത് വേണം? ഡാഡി ഭയപ്പെടുന്നത് എന്തിനാ? എനിക്ക് നിങ്ങളെയൊക്കെ കാണാൻ വന്നുകൂടെ? നീയും ഞങ്ങളുമായി ബന്ധമൊന്നുമില്ല. കടക്കട പുറത്ത്. അയ്യോ, ഡാഡി എന്താ അങ്ങനെ പറയുന്നത്? ചന്തു പുച്ഛഭാവത്തിൽ ചിരിച്ചു. ഞാൻ ഇവിടുത്തെ അതിഥിയൊന്നുമല്ലല്ലോ, ഒരംഗമല്ലേ. ഫൂ, നിനക്ക് നാണമില്ലടാ അങ്ങനെ പറയുവാൻ. ഇല്ല. ചന്തു ചുറ്റും നോക്കി. എനിക്ക് സുധീറിനൊന്ന് കാണണം. വളരെ അത്യാവശ്യമാണ്. എന്താണ് കാര്യം? അത് ഞാൻ അനുജനോട് നേരിട്ട് പറഞ്ഞോളാം. പിന്നിൽ ഡോർ കർട്ടൻ ഇളകി. ചന്തു തല തിരിച്ചു. സെഷൻസ് ജഡ്ജ് ആഷാമേനൻ. ആഹാ, മമ്മി അടുക്കളയിലായിരുന്നോ? അവരുടെ കയ്യിൽ ആവി പറക്കുന്ന ചായ ഇരിക്കുന്നത് കണ്ടു. ഞാൻ വന്നെന്നറിഞ്ഞപ്പോൾ തന്നെ ചായ ഉണ്ടാക്കി. അപ്പോൾ മമ്മിക്ക് എന്നോട് സ്നേഹമുണ്ട്. ചന്തു അവർക്കരികിലെത്തി. വിജയദാസിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ചായ ആഷാമേനൻ്റെ കയ്യിൽ നിന്നും ചന്തു വാങ്ങി. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ചന്തു ഒരിറക്ക് ചായ കുടിച്ചു. ആഹാ, നല്ല ചായ. അല്ലെങ്കിലും മമ്മിയുടെ കൈകൊണ്ട് എന്തെടുത്താലും ഒരു പ്രത്യേകതയുണ്ട്. പേന എടുത്താൽ പോലും. വീണ്ടും ചായ കുടിച്ചുകൊണ്ട് ചന്തു തുടർന്നു. വിധിന്യായം എഴുതുമ്പോൾ പോലും ആ കൈപുണ്യം മനസ്സിലാകും. അതുകൊണ്ടാണല്ലോ എൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഭാഗങ്ങൾ സെൻട്രൽ ജയിലിൽ കഴിച്ചു കൂട്ടുവാൻ സാധിച്ചത്. ആഷാമേനൻ്റെ മുഖത്ത് കോപം ഇരച്ചു കയറി. ചുണ്ടുകൾ വിറച്ചു. കണ്ണുകൾ കുറുകി. നിനക്കെന്താണ് ഇവിടെ കാര്യം? നല്ല ചോദ്യം. എൻ്റെ വീട്ടിൽ എനിക്കെന്ത് കാര്യമെന്നോ? ആഷാമേനൻ്റെ ഒന്ന് പതറി. എങ്കിലും സമനില കൈവരിച്ചു. നിൻ്റെ വീടോ? അതെ. എന്താ സംശയം? ഞാൻ പിറന്ന വീടല്ലേ ഇത്? ഭാഗ്യം, വിജയദാസ് ഓർത്തു. വീടും ഇതിനോട് ചേർന്ന വസ്തുക്കളും ഇവൻ്റെ പേരിലാണെന്ന് ഇവനറിയില്ല. എനിക്ക് സുധീറിനെ കാണണം. ചായക്കപ്പ് ടീപ്പോയിൽ വെച്ചിട്ട് ചന്തു 2ാം നിലയിലേക്കുള്ള പടികൾ കയറി. ഈ സമയം ഉറക്കമുണർന്ന് താഴേക്കിറങ്ങി വരികയായിരുന്നു ഡോക്ടർ സുധീർ. പിന്നാലെ മെറീനയും ഉണ്ടായിരുന്നു. തൊട്ടു മുന്നിൽ ചന്തുവിനെ കണ്ടപ്പോൾ സുധീർ ഞെട്ടി. കോണിപ്പടികൾക്ക് മുകളിൽ ഇരുവരും മുഖാമുഖം നോക്കി നിന്നു. അനിയ, ചന്തു വിളിച്ചു. സുധീർ മുഖം തിരിച്ചു കളഞ്ഞു. ഞാൻ ചത്ത് കാണുമെന്ന് വിചാരിച്ചു കാണും അല്ലേ? സുധീർ അയാളെ തുറച്ചു നോക്കി. മെറീന ഒന്നും മനസ്സിലാകാതെ നിന്നു. ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന കൊലയാളിയെ ഞാൻ കണ്ടു. പക്ഷേ അയാൾക്ക് വേഗത പോരാ. അതുകൊണ്ട് ഇനി ആരെയെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ മിടുക്കന്മാരെ തന്നെ വേണം. വെറുതെ ലക്ഷങ്ങൾ മുടക്കുന്നതല്ലേ? സുധീർ അമ്പരന്നു. ഏലിയാസ് ഫ്രെഡിക്ക് പരാജയം സംഭവിച്ചുവെന്ന് വിശ്വസിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. മെറീനയ്ക്ക് കാര്യങ്ങൾ പിടികിട്ടി. ആഷാമേനോനും വിജയദാസും മുഖാമുഖം നോക്കി. സുധീർ ശവം മാതിരി നിൽക്കുകയാണ്. ചന്തു ഓരോരുത്തരെയും ശ്രദ്ധിച്ചു. പിന്നെ 2 അടി കൂടി മുന്നോട്ടെടുത്തു. ചേട്ടനോട് ഇനി കളിക്കരുത്. അത് തീക്കളിയാണെന്ന കാര്യം മറക്കേണ്ട. പറഞ്ഞതും ചന്തു കൈ വീശി ഒന്ന് കൊടുത്തു. മുഖമടച്ച അടിയേറ്റ് സുധീർ തലക്കറങ്ങി നിലത്ത് വീണു. സ്റ്റെപ്പുകൾ വഴി താഴേക്കുരുണ്ടു. യു ബ്ലഡി റാസ്കൽ! അലറിക്കൊണ്ട് SP വിജയദാസ് സെറ്റിയിൽ നിന്നും ചാടി എണീറ്റു. ചന്തു തലയിളക്കി.
സുധീറിനെ ഇപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ ഡാഡിക്ക് തോന്നിയല്ലോ. അവനെയല്ല, നിന്നെ തന്നെയാണ്ട വിളിച്ചത്. അദ്ദേഹം ചന്തുവിൻ്റെ നേരെ പാഞ്ഞെത്തി. അയാളുടെ മുഖം ലാക്കാക്കി ആഞ്ഞടിച്ചു. പക്ഷേ SP-യുടെ കൈ ചന്തുവിൻ്റെ മുഷ്ടിക്കുള്ളിലിരുന്ന് ഞെരിഞ്ഞു. എന്തു മോശമാ ഡാഡി ഇത്? ചന്തുവിൻ്റെ സ്വരം ക്രമേണ കടുക്കുകയായിരുന്നു. ഒരിക്കൽ നിങ്ങൾ എന്നെ സെല്ലിനുള്ളിലോട്ട് ഇടിച്ചു നിരപ്പാക്കി. എന്നാൽ ഇനി എൻ്റെ നേരെ കൈ ഓങ്ങിയാൽ പിന്നീട് നിങ്ങൾ ഉണ്ടാവില്ല. അയാൾ കൈ വിട്ടിട്ടും വിജയദാസ് പിന്നീട് അനങ്ങിയില്ല. ഈ അവസരത്തിൽ കോണിപ്പടികളുടെ ചുവട്ടിൽ നിന്നും എണീൽക്കുകയായിരുന്നു സുധീർ. മെറീന 2ാം നിലയിൽ സ്തംഭിച്ച് നിൽക്കുകയാണ്. തൽക്കാലം ഞാൻ പോകുന്നു. ഇനി ഒരവസരത്തിൽ കൂടി ഇവിടേക്ക് വരേണ്ടി വന്നാൽ പിന്നീട് ആരും നേരെ നടക്കില്ലെന്ന കാര്യം മറക്കേണ്ട. അയാൾ തിരികെ ചെന്ന് ജീപ്പിൽ കയറി. അത് പിന്നോട്ടെടുത്തപ്പോൾ 4-5 പൂച്ചട്ടികൾ താഴെ വീണ് ഉടഞ്ഞു. ജീപ്പ് പാഞ്ഞുപോയി. ഡോക്ടർ സുധീറിൻ്റെയും ചാത്തുണ്ണിയുടെയും കാറുകൾ ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയാണ് ഹോട്ടൽ 6റിൻ്റെ മുറ്റത്ത് നിന്നത്. സുധീറായിരുന്നു ചാത്തുണ്ണിയെയും ഫോൺ ചെയ്ത് വിവരം അറിയിച്ചത്. കോപവും അപമാനവുമൊക്കെ ഒന്നിച്ചുണ്ടായി അവർക്കും. ബാംഗ്ലൂരിൽ നിന്നും വാടകയ്ക്ക് ഒരു കൊലയാളിയെ കൊണ്ടുവന്നിട്ടും ചന്തുവിനെ ഒതുക്കാൻ പറ്റിയില്ലെന്ന് വന്നാൽ. ഏലിയാസ് ഫ്രെഡിയുടെ മുറിയുടെ വാതിലിൽ അവർ തട്ടി. നിമിഷങ്ങൾക്കുള്ളിൽ വാതിൽ തുറക്കപ്പെട്ടു. അവർ അകത്ത് കയറി. യാതൊരു തരത്തിലും നമ്മൾ തമ്മിൽ ബന്ധപ്പെടരുതെന്ന് നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതാണ്, ഫ്രെഡി നീരസത്തോടെ പറഞ്ഞു. ഏൽക്കുന്ന ജോലി ചെയ്തു തീർക്കാതെ പിന്മാറുന്നവനല്ല ഞാൻ. അതോ നിങ്ങൾ തന്നെ അഡ്വാൻസുമായി ഞാൻ മുങ്ങിക്കളയുമെന്ന് കരുതിയോ? ഇപ്പറഞ്ഞതൊന്നുമല്ല കാരണം. തന്നെ ഞങ്ങളാണ് വരുത്തിയതെന്ന കാര്യം ചന്തുവിനോട് പറഞ്ഞതെന്തിനാണ്? അതാണ് പ്രശ്നം. ഞാൻ തുറന്നു പറയാം മിസ്റ്റർ ചാത്തുണ്ണി. കളവ് പറയുവാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഒരാളെ കൊല്ലുകയാണെങ്കിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഞാനത് ചെയ്യും. എന്നിട്ട് ചന്തുവിനോട് തോറ്റു മടങ്ങിയതോ? ഒരു കയ്യബദ്ധം, സാരമില്ല. അടുത്ത തവണ വിജയം എൻ്റെ കൂടെയായിരിക്കും. ഏറിയാൽ 16 മണിക്കൂർ. നിങ്ങൾക്ക് പോകാം. ജോലി തീർത്തിട്ട് ഞാൻ നിങ്ങളെ കാണാം. ചാത്തുണ്ണിക്കും സുധീറിനും അവിടെ നിന്നും ഇറങ്ങി പോരേണ്ടി വന്നു. ഡോക്ടർ ധർമ്മപ്രസാദിൻ്റെ ഹോസ്പിറ്റൽ. അവറാച്ച മുതലാളിയും ചന്തുവും കുമാറും കടന്നു ചെല്ലുമ്പോൾ ലിസി മേരിയോട് സംസാരിച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്നതാണ് കണ്ടത്. അവളുടെ ഉള്ളം കുളിർത്തു. ലിസി തികച്ചും നോർമലായിരിക്കുന്നു. അവൾ ചന്തുവിനെ ഒന്ന് നോക്കി. ആ കണ്ണുകളിൽ 1000 നക്ഷത്രങ്ങൾ വിടരുന്നത് അവറാച്ചൻ മുതലാളി കണ്ടു. ഒപ്പം അവ്യക്തമായ ഒരു ഭീതി അദ്ദേഹത്തെ വലയം ചെയ്യുകയുണ്ടായി. ഏറെ നേരം സംസാരിച്ചതിന് ശേഷമാണ് അവർ എണീറ്റത്. ചന്തുവും പോകുകയാണെന്നറിഞ്ഞപ്പോൾ ലിസിയുടെ മുഖത്ത് വിഷാദം നിറഞ്ഞു. അതും അവറാച്ചൻ മുതലാളി ശ്രദ്ധിച്ചു. പക്ഷേ ചന്തുവിൻ്റെ മുഖത്ത് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. സമയം രാത്രി. കുമാറും ചന്തുവിൻ്റെ ഒപ്പം കൂടി. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ടെറസിലിരിക്കുകയായിരുന്നു ഇരുവരും. നിലാവിൻ്റെ വെളിച്ചം എല്ലായിടത്തും പരന്നിരിക്കുന്നു. ഗേറ്റിൽ കാവൽ നിൽക്കുന്ന ഗൂർഖയെ അവിടെ ഇരുന്നാൽ കാണാം. ചന്തുവണ്ണ, കുമാർ വിളിച്ചപ്പോഴാണ് ഏതോ ചിന്തയിൽ നിന്നും അയാൾ ഞെട്ടിയുണർന്നത്. ഇന്ന് എനിക്കത് അറിയണം. എന്ത്? അണ്ണൻ ജയിലിൽ പോകുവാനുണ്ടായ കാരണം. ചന്തുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. ഒരിക്കൽ പറയാമടാ. അതുപോരാ. ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് നാളായി അണ്ണൻ എന്നെ കളിപ്പിക്കുന്നു. ഇനിയും കാത്തിരിക്കാനുള്ള ക്ഷമയും എനിക്കില്ലെന്ന് കരുതിക്കോ. ചന്തു അസ്വസ്ഥനാകുകയാണെന്ന് കുമാറിന് മനസ്സിലായി. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ ഒളിച്ചു വയ്ക്കേണ്ടതായി ഒന്നുമില്ല കുമാറേ. ചന്തു ഒരു സിഗരറ്റ് കത്തിച്ചു. ഒരിക്കൽ പത്രങ്ങളിൽ വലിയ തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ചിരുന്നു എൻ്റെ ചിത്രങ്ങൾ. ചന്തു കുമാറിനെ തുറച്ചു നോക്കി. തനിക്കത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, വളരെ ചുരുക്കത്തിൽ. ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഇല്ല. ചന്തു എണീറ്റു. ടെറസിലൂടെ 4-5 ചാൽ അങ്ങിങ്ങ് നടന്നു. ഞാനൊരു മനുഷ്യൻ്റെ കൈക്കാലുകൾ വെട്ടിക്കളഞ്ഞു. അക്കാരണത്താലാണ് ഞാൻ ജയിലിൽ കഴിഞ്ഞത്. കുമാറിൽ വല്ലാത്തൊരു നടുക്കം. അതെ, അയാളെ കൊല്ലാഞ്ഞത് മനഃപൂർവ്വമാണ്. അംഗഹീനായി അയാൾ ജീവിക്കണമെന്ന് എനിക്ക് തോന്നി. കുമാറെ, നിനക്ക് ഊഹിക്കാൻ കഴിഞ്ഞേക്കും. ഞാൻ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ അമ്മ, സെഷൻസ് ജഡ്ജ് ആഷ മേനോൻ, ഡാഡിയുടെ കൂട്ടുകാരൻ DYSP-യുടെ കൂടെ കിടക്കുന്നു. കുമാർ ശബ്ദിച്ചില്ല. ചന്തുവിൻ്റെ മുഖം മുറുകി. അന്ന് മമ്മി ജഡ്ജി ആയിട്ടില്ല, പ്രസിദ്ധ ലോയർ മാത്രം. മമ്മിയെ വെട്ടാൻ എൻ്റെ കൈ ഉയർന്നില്ല. എൻ്റെ ഡാഡിയെ മമ്മി വഞ്ചിച്ച കഥ അറിഞ്ഞിട്ടും ഡാഡിയിൽ യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. തനിക്കറിയാമോ കുമാറെ, അന്ന് ഞാൻ അനുഭവിച്ച മനോവേദന. എൻ്റെ ഡാഡി എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് ഇടിച്ചുടിച്ചു. എൻ്റെ മമ്മി എനിക്കെതിരെ കോടതിയിൽ വാദിച്ചു. ഏത് മകനാണല്ലോ കോടതിയിൽ വെച്ച് മമ്മിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾ വ്യഭിചരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ അയാളെ അങ്ങനെയാക്കിയതെന്ന് പറയുവാൻ കഴിയുക? ഞാൻ തളർന്നു പോയി. എൻ്റെ മമ്മിയുടെ ഇമേജ് നശിക്കാതിരിക്കുവാൻ വേണ്ടി ഒറ്റ അക്ഷരം ഞാൻ പറഞ്ഞില്ല. ഏതോ മുൻ വൈരാഗ്യമാണ് DYSP-യോട് എനിക്കുണ്ടായിരുന്നതെന്ന് മമ്മി വരുത്തി തീർത്തു. ഞാൻ കഠിന തടവിൽ, സെൻട്രൽ ജയിലിൽ. പോരടോ കുമാറേ. ചന്തു ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വിതുമ്പിപ്പോയി. സെൻട്രൽ ജയിലിലെ ജീവിതമാണ് എന്നെ മറ്റൊരാളാക്കിയത്. ആരോടും കടപ്പാടുകളുടെ കണക്കുകൾ നോക്കി പ്രവർത്തിക്കരുതെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നെ കാണാൻ ആരും ജയിലിൽ വന്നില്ല. ചെറുപ്പം മുതലേ വീട്ടിൽ ഒറ്റപ്പെട്ട ജീവിതം നയിക്കേണ്ടി വന്ന എനിക്ക് അക്കാര്യത്തിലൊന്നും ദുഃഖമില്ലായിരുന്നു. ഡാഡിയും മമ്മിയും സുധീറുമൊക്കെ വെറുപ്പോടുകൂടി മാത്രമായിരുന്നു എന്നെ നോക്കിയിരുന്നത്. അതിലൊന്നും എനിക്ക് പ്രയാസം തോന്നിയിട്ടില്ല. ചന്തു നിർത്തിയിട്ട് ഇത്തിരി നേരം മൗനമായി കസേരയിലിരുന്നു. അയാൾ തന്നെ ഇനിയും സംസാരിക്കട്ടെ എന്ന് കരുതി കുമാർ ശബ്ദിച്ചില്ല. പക്ഷേ എന്നെ ഏറെ തളർത്തിയത് ആ വെഡ്ഡിംഗ് കാർഡ് ജയിലിൽ കിട്ടിയപ്പോഴാണ്. എൻ്റെ പെണ്ണിനെ സുധീർ വിവാഹം ചെയ്യുന്നു, എൻ്റെ മെറീനയെ. ഞങ്ങളുടെ സ്നേഹം അറിയാത്തവർ ചുരുക്കമായിരുന്നു കുമാറെ. ഇരുമയും ഒരു മനസ്സുമായിരുന്നു ഞങ്ങൾ.
അവൾ കൂടി നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ നഷ്ടങ്ങളുടെ ആകെ തുകയായി. എല്ലാം സഹിച്ച് ഞാൻ ജയിലിൽ കഴിഞ്ഞു. അവസാനം അവിടെ നിന്ന് പുറത്തു വന്നപ്പോഴും എന്നെ ദ്രോഹിക്കാനാണ് അവരുടെ പരിപാടി. ആകുന്നത്ര ഞാൻ ക്ഷമിച്ചു. ഇനി അതിന് ഞാൻ ഒരുക്കമല്ല. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു പ്രതിജ്ഞ പോലെയായിരുന്നു ചന്തുവിൻ്റെ വാക്കുകൾ. ചന്തു അണ്ണൻ്റെ കൂടെ എന്തിനും ഞാനും ഉണ്ടായിരിക്കും, കുമാർ പറഞ്ഞു. വേണ്ടടോ, ചന്തുവിന് നഷ്ടമായതൊന്നും മറ്റാർക്കും സംഭവിക്കരുത്. തനിക്ക് നല്ലൊരു ജീവിതമുണ്ട് കുമാറെ, താൻ അത് പാഴാക്കരുത്. ചന്തു അണ്ണനെ മറന്ന് ഒരു ജീവിതം എനിക്ക് വേണ്ടെങ്കിലോ? എന്നെ ഈ ഞാനാക്കിയത് ചന്തു അണ്ണനാണ്. ഈ അവസരത്തിൽ ഗേറ്റിന് പുറത്ത് കുറ്റിക്കാടുകൾക്കിടയിൽ 2 കണ്ണുകൾ അവരുടെ ചലനങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഏലിയാസ് ഫ്രെഡി. അയാളുടെ തൊട്ടടുത്ത് ഒരു സ്റ്റാൻഡിൽ ഉറപ്പിച്ചിരിക്കുന്ന ടെലസ്കോപ്പിക് ഗൺ. അത്രയും അകലെയായത് കാരണം കുമാറിനെയും ചന്തുവിനെയും അയാൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. കഴിഞ്ഞ അരമണിക്കൂറോളമായി അയാൾ അങ്ങനെ അവിടെ ഇരിക്കുവാൻ തുടങ്ങിയിട്ട്. നിലാവ് ഒരു കാർമേഘത്തിന് പിന്നിലൊളിച്ചു. ഏതാണ്ട് 4-5 മിനിറ്റുകൾ കഴിഞ്ഞാണ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. ഏലിയാസ് നോക്കി. അയാളുടെ നെറ്റി ചുളിഞ്ഞു. ചന്തുവും കുമാറും അപ്പോൾ ടെറസിൽ ഉണ്ടായിരുന്നില്ല. 15 മിനിറ്റുകളോളമായി ചാത്തുണ്ണി മുതലാളിയുടെ മകൾ മോളിക്കുട്ടി പാർക്കിൽ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. മയക്കുമരുന്ന് അടിച്ച് ശരിക്കും ഫിറ്റായി കഴിഞ്ഞിരുന്ന അവൾ ഒരു പുരുഷൻ്റെ കരവലയത്തിൽ ഒതുങ്ങുവാൻ അവളുടെ ശരീരം ത്രസിക്കുകയാണ്. പാർക്കിന് പുറത്ത് കാർ നിർത്തിയിട്ട് ഒരാൾ ധൃതിയിൽ അവളുടെ അടുത്തെത്തി. ഡോക്ടർ സുധീർ. ഹായ് ഡാർലിംഗ്, എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. അവൾ ചാടിയണിട്ട് അയാളുടെ കഴുത്തിൽ കൈ ചുറ്റി. സോറി മോളി, ഞാൻ അല്പം ലേറ്റായിപ്പോയി. പോകാം, എനിക്ക് സഹിക്കാൻ വയ്യ. ഓക്കെ. അവർ കാറിനരികിലെത്തി. ഇരുവരും മുൻസീറ്റിൽ തന്നെ കയറി. കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സുധീർ തിരക്കി. എവിടേക്കാണ് പോകേണ്ടത്? സ്വർഗത്തിലേക്ക്. ഗൂഢമായ ഒരു മന്ദസ്മിതത്തോടെ അയാൾ കാർ വിട്ടു. തെല്ലകലെ ഒരാൾ ഇത് കണ്ടുകൊണ്ടാണ് നിന്നത്. ഏലിയാസ് ഫ്രെഡി. സ്ത്രീ വിഷയത്തിൽ അതീവ തൽപരനാണ് അയാൾ. സമീപത്തിരുന്ന തൻ്റെ പുതിയ ബുള്ളറ്റിൽ അയാൾ കടന്നിരുന്നു. കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ് ആ ബൈക്ക്. കാറിനെ പിന്തുടർന്ന് അയാളും നീങ്ങി. ഹോട്ടൽ നവരത്നയിലാണ് ഡോക്ടർ സുധീറും മോളിക്കുട്ടിയും എത്തിച്ചേർന്നത്. സുധീറിൻ്റെ ഒരടുത്ത സുഹൃത്തിൻ്റെതാണ് ആ ഹോട്ടൽ. അതുകൊണ്ട് തന്നെ പലപ്പോഴും രഹസ്യ കാര്യങ്ങൾക്ക് ഒക്കെയായി അയാൾ ഉപയോഗിക്കാറുള്ളത് അവിടമാണ്. റൂം നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു. ഇരുവരും ലിഫ്റ്റിൽ കയറി 5-ാം നിലയിലെ AC ഡബിൾ റൂമിലെത്തി. അകത്ത് കടന്ന് വാതിലടച്ചപ്പോൾ തന്നെ മോളിക്കുട്ടി സുധീറിനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞു. വളരെ കാലമായി അയാൾ അവളെ ആഗ്രഹിക്കുവാൻ തുടങ്ങിയിട്ട്. അവൾ മയക്കുമരുന്ന് ഉപയോഗിക്കുമെന്ന് വൈകിയാണ് സുധീർ മനസ്സിലാക്കിയത്. പലപ്പോഴും ചാത്തുണ്ണിയുമായി സന്ധിക്കാറുള്ളതിനാൽ ക്രമേണ അവളുമായി അടുക്കുവാനും മയക്കുമരുന്നുകൾ കൊടുക്കാനും അയാൾക്ക് സാധിച്ചു. അത് അകത്ത് ചെന്നാൽ ഏത് പെണ്ണും വഴിപ്പെടുമെന്ന് തൻ്റെ അനുഭവങ്ങളിലൂടെ സുധീർ മനസ്സിലാക്കിയിട്ടുണ്ട്. അയാൾ അവളെ കിടക്കയിലിരുത്തി. അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും കഴിക്കണ്ടേ മോളി? നോ. അവൾക്ക് മറ്റെന്തിനോ ഉള്ള ആവേശം മാത്രമേ ഉള്ളായിരുന്നു. കമോൺ ഡോക്ടർ. അയാളുടെ കൈകൾ ശരീരത്തിലൂടെ ഇഴഞ്ഞപ്പോൾ അവൾ സർപ്പത്തെ പോലെ പുളഞ്ഞു. തൻ്റെ വസ്ത്രത്തിൻ്റെ ഹുക്കുകൾ അവൾ തന്നെയാണ് അഴിച്ചത്. വിവസ്ത്രയാക്കപ്പെട്ട മോളിക്കുട്ടിയുടെ അങ്കലാവണ്യം കണ്ടപ്പോൾ സുധീർ കണ്ണും വീഴ്ചുപോയി. എന്തൊരു സൗന്ദര്യം! അയാൾക്ക് തൻ്റെ ശരീരം പൊട്ടി തകരുമെന്ന് പോലും തോന്നി. എത്ര നേരം കടന്നുപോയെന്ന് പോലും ഇരുവരും അറിഞ്ഞില്ല. പുറത്ത് പകൽ മാഞ്ഞു. രാത്രി വന്നു. നഗരത്തിൽ നിയോൺ വിളക്കുകൾ തെളിഞ്ഞു. ബാറുകളിൽ തിരക്കേറി. വേശ്യാലയങ്ങളിൽ ഹൗസ്ഫുൾ. മോളിക്കുട്ടിയുടെ ആവേശം കെട്ടടങ്ങി തുടങ്ങിയിരുന്നു. സുധീർ തീർത്തും തളർന്നുപോയി. AC-യുടെ കുളിർമയിൽ നിറഞ്ഞ നഗ്നതയിൽ ഇരുവരും നിശ്ചലരായി കിടക്കവേ ഡോർബെൽ ശബ്ദിച്ചു. സുധീറിൻ്റെ നെറ്റി ചുളിഞ്ഞു. തൻ്റെ അനുവാദം കൂടാതെ ഈ മുറിയുടെ ഭാഗത്തേക്ക് പോലും ആരും കടന്നു വരാറില്ലല്ലോ എന്ന് അയാൾ ഓർത്തു. വാതിലിൻ്റെ ഹാൻഡിലിൽ തിരിയുന്നു. മോളിക്കുട്ടിയുടെ ആവേശത്തിനിടയിൽ വാതിൽ ബോൾട്ട് ചെയ്യാൻ മറന്നുപോയത് സുധീർ നടുക്കമുണ്ടാക്കി. അയാൾ കിടക്കയിൽ നിന്ന് ചാടി എണീറ്റപ്പോഴേക്കും ഒരാൾ മുറിക്കുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. ഡോക്ടർ സുധീർ ആളിനെ കണ്ടു. അതോടെ അയാളുടെ സിരകളിൽ ഒരു വിറയലുണ്ടായി. ഏലിയാസ് ഫ്രെഡി, ശീതരക്തമുള്ള കൊലയാളി. നിർവികാരമുള്ള കണ്ണുകളിൽ ഒരു പ്രത്യേക ഭാവം. വല്ലാത്തൊരു ഭാവത്തിൽ അയാൾ ചിരിച്ചു. ഡോക്ടർക്ക് പോകാറായി കാണുമെന്നറിയാം. സാരമില്ല, ഇന്നിനി ഞാൻ ഈ മുറിയിൽ കഴിഞ്ഞോളാം. ഏലിയാസ്, അത് ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി. അയാൾ കിടക്കയിലേക്ക് നോക്കി. പരിപൂർണ്ണ നഗ്നയായി കിടക്കുന്ന മോളിക്കുട്ടിക്ക് യാതൊരു ഭാവമാറ്റവുമില്ല. താൻ അനുസരിച്ചില്ലെങ്കിൽ ഈ കൊലയാളി തന്നെ കൊല്ലുമെന്ന് പോലും സുധീർ ഭയന്നു. അതുകൊണ്ട് തന്നെ അയാൾ യാത്രയ്ക്ക് തയ്യാറായി. ഫ്രെഡി വീണ്ടും ചിരിച്ചു. ഡോക്ടർ വീട്ടിലേക്ക് പോകുവാൻ ഭാവിക്കുകയാണോ? അതെ. വേണ്ട. തൊട്ടപ്പുറത്ത് AC സൂട്ട് ഞാൻ ബുക്ക് ചെയ്തതാണ്. താങ്കൾ നേരെ പുലരുന്നതുവരെ അവിടെ ഉണ്ടായിരിക്കണം. അതുവരെ ഈ റൂം ഡോക്ടറുടെ പേരിൽ തന്നെ ഇരിക്കട്ടെ. മറ്റാർക്കും സംശയവും തോന്നരുതല്ലോ. ഏലിയാസ്, എനിക്ക് പോയിട്ട് ഒരുപാട് ജോലികളുണ്ട്. അതൊക്കെ നാളെ തീർത്താൽ മതി. ഇന്നിനി രാത്രിയിലൊന്നും ചെയ്യാനുള്ള ആരോഗ്യം നിങ്ങൾക്കില്ല. താൻ ശരിക്കും ഒരു വെട്ടിലാണെന്ന് സുധീറിന് ഉറപ്പായി. അയാൾ വാതിൽക്കിലേക്ക് നടക്കുമ്പോൾ ഏലിയാസ് ഓർമ്മിപ്പിച്ചു. അരുതാത്തതൊന്നും മനസ്സിൽ ഓർക്കുകയോ കുരുത്തക്കേടുകൾ വലുതും കാണിക്കാൻ ശ്രമിക്കുകയോ ചെയ്തേക്കരുത്. അങ്ങനെ വന്നാൽ ഏലിയാസിൻ്റെ സ്വഭാവം ഡോക്ടർ ശരിക്കറിയും. തന്നെത്താൻ ശപിച്ചുകൊണ്ട് സുധീർ ഏലിയാസ് ബുക്ക് ചെയ്ത റൂമിലേക്ക് പോയി. ഏലിയാസ് ആകട്ടെ വാതിൽ ബോൾട്ട് ചെയ്തിട്ട് വല്ലാത്തൊരു ആവേശത്തോടെ കിടക്കയ്ക്ക് നേരെ നീങ്ങി. സന്ധ്യയായപ്പോൾ മുതൽ ചാത്തുണ്ണി മുതലാളിയുടെ വീട്ടിൽ മോളിക്കുട്ടിയെ തിരക്കുകയാണ്. കോളേജിൽ പോയ പെണ്ണ് ഇനിയും തിരിച്ചെത്തിയിട്ടില്ല.
റോബിനും റെന്നിയും പട്ടണത്തിലേക്ക് പോയിരിക്കുകയാണ്. പതിവ് പോലെ മോളിക്കുട്ടിയെ കൊണ്ടുപോരുവാൻ ചാത്തുണ്ണിയുടെ ഡ്രൈവർ കാറുമായി കോളേജ് ഗേറ്റിനടുത്ത് കാത്തു കിടന്നിരുന്നു. മോളിക്കുട്ടിയുടെ ഒരു കൂട്ടുകാരിയാണ് അവൾ ഉച്ചയ്ക്ക് മുമ്പ് കോളേജിൽ നിന്ന് പോയി എന്ന വിവരം ഡ്രൈവറോട് പറഞ്ഞത്. വല്ല സിനിമയ്ക്ക് പോയതാകുമെന്ന് എല്ലാവരും കരുതി. രാത്രി വളരുകയാണ്. 10 മണിയോടുകൂടി റോബിനും റെന്നിയും തിരികെ എത്തി. അവളെക്കുറിച്ച് അവർക്ക് ഒന്നും അറിയുവാൻ കഴിഞ്ഞില്ല. ചാത്തുണ്ണിക്കും എന്തെന്നില്ലാത്തൊരു വെപ്രാളം. അയാൾ SP വിജയദാസിനും ഫോൺ ചെയ്തു വിവരമറിയിച്ചു. ഉടനെ അന്വേഷിക്കാമെന്ന് വിജയദാസ് ഏറ്റു. രാത്രിയിൽ പോലീസ് വാഹനങ്ങൾ ഇരമ്പിപ്പാഞ്ഞു. പ്രഭാതം. ഡോർബെൽ ശബ്ദിച്ചപ്പോഴാണ് ഡോക്ടർ സുധീർ ഉണർന്നത്. എപ്പോഴാണ് ഉറങ്ങിയതെന്ന് അയാൾക്ക് തന്നെ നല്ല നിശ്ചയമില്ലായിരുന്നു. ഏലിയാസ് മോളിക്കുട്ടിയുടെ അടുത്താണല്ലോ എന്ന കാര്യം പെട്ടെന്ന് ഓർമ്മയിലെത്തി. വേഗം ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ ചിരിച്ചുകൊണ്ട് ഏലിയാസ് ഫ്രെഡി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇനി എൻ്റെ റൂം എനിക്ക് വിട്ടു തന്നേക്കൂ. സുധീർ പുറത്തിറങ്ങിയപ്പോൾ ഏലിയാസ് അകത്ത് കയറി. ചില സെക്കൻഡുകൾക്കുള്ളിൽ റൂം പോയി എത്തി. ഏലിയാസ് ഒരു 100 രൂപ അവന് കൊടുത്തിട്ട് റൂം ഒഴിഞ്ഞുപോയി. വല്ലാത്തൊരു മാനസികാവസ്ഥയോടെയാണ് ഡോക്ടർ സുധീർ വാതിൽ തുറന്നത്. ഇപ്പോൾ മോളിക്കുട്ടിയുടെ ലഹരി തീർത്തും ഇല്ലാതായി കാണും. ഏത് രൂപത്തിലായിരിക്കും അവളുടെ പ്രതികരണമെന്ന് വിചാരിക്കവയ്യ. അകത്ത് മൂടി പൊതിച്ചു കിടന്ന് ഉറങ്ങുകയാണ് മോളിക്കുട്ടി. അയാൾ അടുത്തെത്തിയതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. മോളിക്കുട്ടി. കിടക്കയിൽ ഇരുന്നിട്ട് അയാൾ അവളെ കുലുക്കി വിളിച്ചു. അവൾക്ക് അനക്കമില്ല. സുധീറിൻ്റെ നെറ്റി ചുളിഞ്ഞു. അവളുടെ ശരീരത്തിൽ വല്ലാത്ത തണുപ്പ്. ആ നടക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ ഡോക്ടർക്ക് നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. മോളിക്കുട്ടി മരിച്ചു. തൻ്റെ ശിരസിന് നേരെ ഒരു ഉൽക്ക പാഞ്ഞു വരുന്നത് ഡോക്ടർ ഭാവനയിൽ കണ്ടു. താൻ കുടുക്കിലായി. ഈ സമയം മോളിക്കുട്ടിയെ അന്വേഷിച്ചെത്തിയ പോലീസ് സംഘം റിസപ്ഷൻ കൗണ്ടറിൽ എത്തിയിരുന്നു. രാത്രിയിലെ അന്വേഷണം വിഫലമായതിനാൽ അതിരാവിലെ തന്നെ ഇറങ്ങി തിരിച്ചതാണ് CI സത്യരാജ് സംഘവും. സത്യം പറയുന്നതാണ് നല്ലതെന്ന് റിസപ്ഷനിസ്റ്റിന് തോന്നി. പോലീസ് ഹോട്ടൽ റെയ്ഡ് ചെയ്ത് പെൺകുട്ടിയെ കണ്ടുപിടിച്ചാൽ ആകെ കുഴപ്പമാകും. ഇവിടെ വന്നു സാർ. എപ്പോൾ? ഇന്നലെ പകൽ. എന്നിട്ട് എവിടെ? റൂമിലാണ് സാർ. ഇനി രാത്രിയിൽ പോയോ എന്ന് എനിക്കറിയില്ല. രാവിലെ 7 മണിക്കാണ് ഞാൻ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചത്. കൂടെ മറ്റാരാണുള്ളത്? ഡോക്ടർ സുധീർ. മൈ ഗോഡ്. സത്യരാജ് അമ്പരന്നു. എന്ത് ചെയ്യണമെന്ന് അയാൾക്ക് ഒരു രൂപവുമില്ല. SP സാറാണ് പെൺകുട്ടിയെ എത്രയും വേഗത്തിൽ കണ്ടുപിടിക്കണമെന്ന് ഉത്തരവിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ. അവളുമായി പോലീസുകാർക്ക് ഒന്നും പറ്റാത്ത അവസ്ഥ. ചാത്തുണ്ണിയെയും മകളെയും വഞ്ചിക്കാനും അവർക്ക് വയ്യ. ഉത്തരടം വന്നിട്ട് മോളിക്കുട്ടിയെ കാണാതെ പോകാനും പറ്റില്ല. സത്യരാജ് ചില നിമിഷങ്ങളോളം ചിന്തിച്ചു നിന്നു. പിന്നെ എന്തും വരട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് പോലീസുകാരെയും കൂട്ടി ലിഫ്റ്റിൽ കയറി. സുധീറിൻ്റെ റൂം. ഡോക്ടർ സുധീർ ഓടി ഏലിയാസിൻ്റെ റൂമിന് മുന്നിലെത്തുമ്പോൾ റൂം പോയി അത് പൂട്ടുന്നതാണ് കണ്ടത്. ഇതിൽ താമസിച്ച ആൾ പോയി. എന്താ സാറേ കാര്യം? ഒന്നുമില്ല. തലയ്ക്കടിയേറ്റതുപോലെ അയാൾ പറഞ്ഞു. തിരികെ വീണ്ടും തൻ്റെ റൂമിലെത്തി. സുധീറിനെ തണുപ്പുള്ള പ്രഭാതത്തിൽ വേർത്തു കുളിച്ചു. ഈ ശവശരീരം എന്തു ചെയ്യും? പുറത്തറിഞ്ഞാൽ? അതേക്കുറിച്ച് ചിന്തിക്കാൻ കൂടി അയാൾക്ക് കഴിഞ്ഞില്ല. ഡോർബെൽ ശബ്ദിച്ചു. വെടിവെച്ച് കേട്ടതുപോലെ അയാൾ നടുങ്ങി. വീണ്ടും ബെൽ ശബ്ദിച്ചു. സുധീർ സാവധാനം ചെന്നു വാതിൽ തുറന്നു. പോലീസ്. തൻ്റെ മേലേക്ക് ഒരു തീമല ഇടിഞ്ഞു വീഴുന്നത് സുധീർ അറിഞ്ഞു. സത്യരാജ്. യെസ്. അയാൾ അകത്തേക്ക് കിടന്നു. മോളിക്കുട്ടിയെ തിരക്കിയാണ് ഞങ്ങൾ വന്നത്. സുധീർ വീണ്ടും ഞെട്ടി. കിടക്കയിൽ സുഖസുഷുപ്തിയിൽ ആണ്ട് കിടക്കുന്ന അവളെ കണ്ടപ്പോൾ സത്യരാജ് കോപം കടിച്ചൊതുക്കി. കഴിവരുടെ മോൾ ഇവിടെ കിടന്ന് സുഖിക്കുകയായിരുന്നു. പാവം പോലീസുകാർ രാത്രി മുഴുവൻ ഇവളെ തിരിഞ്ഞ് നഗരം മുഴുവൻ അലഞ്ഞു നടന്നു. അവളെ വിളിക്കേ. സത്യരാജ് പറഞ്ഞു. സുധീർ ചലിച്ചില്ല. ഡോക്ടർ. ഞങ്ങൾക്ക് അവളെ കൊണ്ടുപോകണം. അപ്പോഴും സുധീർ നിശ്ചലം. അവസാനം സത്യരാജ് തന്നെ കെയിൻ കൊണ്ട് അവളെ തട്ടി വിളിച്ചു. ഏയ് എണീൽക്ക്. സത്യരാജൻ്റെ നെറ്റി ചുളഞ്ഞു. വീണ്ടും വിളിച്ചു. അനക്കമില്ല. മൂക്കിന് മുകളിൽ സംശയത്തോടെ കൈവച്ചു പോയി. ജീസസ്. സത്യരാജ് ഞെട്ടിത്തിരിഞ്ഞ് സുധീറിനെ നോക്കി. വിളറി വെളുത്ത മുഖം. യു ആർ അണ്ടർ അറസ്റ്റ്. പരിസരം പോലെ മറന്ന് CI സത്യരാജ് അലറി. ചാത്തുണ്ണി മുതലാളിയുടെ വീട്ടിലും സെഷൻസ് ജഡ്ജ് ആഷാമനൻ്റെ വസതിയിലും ഏതാണ്ട് ഒരേ നേരത്തെ തന്നെയാണ് ഫോൺ സന്ദേശമെത്തിയത്. മോളിക്കുട്ടി മരിച്ചു. ഘാതകൻ ഡോക്ടർ സുധീറിനെ അറസ്റ്റ് ചെയ്തു. ചാത്തുണ്ണി നെഞ്ചിൽ കൈ അമർത്തിക്കൊണ്ട് പിന്നോട്ട് മറിഞ്ഞു. പിന്നീട് ചലിച്ചില്ല. ആഷാമേനൻ നിലവിളിച്ചു പോയി. വാർത്ത നാട് മുഴുവൻ പടരുവാൻ അധിക നേരം വേണ്ടി വന്നില്ല. SP വിജയദാസ് കുനിഞ്ഞ ശിരസോടെയാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു കിട്ടിയ മോളിക്കുട്ടിയുടെയും ചാത്തുണ്ണി മുതലാളിയുടെയും മൃതദേഹങ്ങൾ പള്ളിപ്പറമ്പിൽ അടുത്തടുത്തായാണ് അടക്കം ചെയ്തത്. ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്താലെന്തെന്ന് ചന്തു വിചാരിച്ചതാണ്. പക്ഷേ കുമാർ സമ്മതിച്ചില്ല. ഒന്നും തുറന്നു പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഡോക്ടർ സുധീർ. കാരണം ഏലിയാസ് ഫ്രെഡിയാണ് കൊല നടത്തിയതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ മറ്റു പലതും തുറന്നു പറയേണ്ടി വരും. അതൊക്കെ കൂടുതൽ കുഴപ്പങ്ങൾക്ക് വഴി തെളിക്കുകയേയുള്ളൂ. തൻ്റെ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലായിട്ടും ഡോക്ടർ മെറീനയ്ക്ക് പ്രത്യേക വികാരങ്ങളൊന്നും തോന്നിയില്ല. അയാളിത് അർഹിക്കുന്നു എന്ന ഭാവമായിരുന്നു അവൾക്ക്. പത്രത്തിൽ അടിക്കടി വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. സെഷൻസ് ജഡ്ജ് ആഷാമേനനും SP വിജയദാസിനും പുറത്തേക്കിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ജനം അവരെ കൂക്കി വിളിക്കുന്നു. ഒരാഴ്ചത്തെ ലീവ് എടുത്താൽ എന്താണെന്ന് ചിന്തിക്കുകയാണ് ഞാൻ, ആഷാമേനൻ വിജയദാസിനോട് പറഞ്ഞു.
എൻ്റെയും വിചാരം അത് തന്നെയാണ്. വിജയദാസും പിന്താങ്ങി. പക്ഷേ സുധീറിനെ ജാമ്യത്തിൽ ഇറക്കണമെങ്കിൽ നീ ലീവ് എടുത്താൽ പറ്റില്ല. ചാത്തുണ്ണിയുടെ മക്കൾ ഏത് രൂപത്തിൽ നമ്മളോട് പെരുമാറും എന്നാണ് എനിക്ക് ഭയമുള്ളത്. എന്തു ചെയ്യാൻ മടിക്കാത്ത കൂട്ടരാണ്. വേണ്ടി വന്നാൽ അവന്മാരെയും ഞാൻ അകത്താക്കും, വിജയദാസ് പറഞ്ഞു. അവറാച്ചൻ മുതലാളി മകളെ കാണുവാൻ ഹോസ്പിറ്റലിലെത്തി. ഡാഡി, എനിക്ക് നാളെ വീട്ടിൽ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു, ലിസി സന്തോഷത്തോടെ അറിയിച്ചു. നേരാണോ മേരി? അവറാച്ചൻ ഭാര്യയെ നോക്കി. അതെ എന്നർത്ഥത്തിൽ അവർ തലയനക്കി. ചന്തോട്ടം വന്നില്ലേ ഡാഡി? ഇല്ല മോളെ, അവറാച്ചൻ്റെ മുഖം വിളറി. വീട്ടിലോട്ട് ചെല്ലട്ടെ. ഞാൻ മിണ്ടത്തില്ല, ലിസിക്ക് പരിഭവം. ഒന്നിങ്ങോട്ട് വന്നേ. മേരി ഭർത്താവിനെയും കൊണ്ട് പുറത്തേക്കിറങ്ങി. അവൾക്ക് എപ്പോഴും ചന്തുവിൻ്റെ കാര്യം പറയാനേയുള്ളൂ. നമുക്കതങ്ങ് നടത്തി കൊടുത്താലോ? അവനാണല്ലോ മോളുടെ ഈ മാറ്റത്തിന് കാരണക്കാരൻ. അവറാച്ചൻ മുതലാളി ഒന്നും പറയാതെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇടനെഞ്ച് പിടഞ്ഞുകൊണ്ടിരുന്നു. സമയം രാത്രി. അവറാച്ചൻ മുതലാളിയും ചന്തുവും ബംഗ്ലാവിൻ്റെ മുറ്റത്തെ പുൽത്തകടിയിൽ 2 കസേരകളിലിരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നു. കൂട്ടത്തിൽ ലിസിയെ അടുത്ത ദിവസം ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നതും സംഭാഷണ വിഷയമായി. പകുതി ഡോക്ടറുടെ കഴിവും ബാക്കി ദൈവത്തിൻ്റെ ശക്തിയുമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ചന്തു പറഞ്ഞു. മുതലാളിയുടെ ചിന്ത മറ്റെന്തോ ആയിരുന്നു. ഈ അവസരത്തിൽ ബംഗ്ലാവിന് തെക്കുഭാഗത്ത് ഒരു ടെലസ്കോപ്പിക് ഗണ്ണിൻ്റെ ലോഹക്കുഴൽ അവരെ ലക്ഷ്യം വയ്ക്കുകയായിരുന്നു. ഏലിയാസ് ഫ്രെഡി. ഇത്തവണ ഒരു മരത്തിന് മുകളിലായിരുന്നു അയാൾ. ചന്തുവിൻ്റെ ശിരസ് ലെൻസിലെ പ്ലസ് പോയിന്റിൽ 1-2 തവണ അയാൾ കണ്ടു കഴിഞ്ഞു. എനിക്ക് ചന്തുവിനോട് ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. അവറാച്ചൻ മുതലാളി മുഖവുരയിട്ടു. ചന്തുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. അദ്ദേഹം പറയാൻ പോകുന്നത് അത്ര സീരിയസ് ആയ എന്തോ കാര്യമാണെന്ന് തീർച്ച. ഇപ്പോഴെങ്കിലും ഞാനത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഏലിയാസ് തോക്ക് ചൂണ്ടുന്നത് ചന്തുവിൻ്റെ പിൻഭാഗത്താണ്. ശിരസിന് പിന്നിലെ ബുള്ളറ്റ് തറയ്ക്കൂ. അത് മതി. തലയോട് ചിതറുമെന്ന് അയാൾക്കറിയാം. നേരെ ഓപ്പോസിറ്റിലാണ് അവറാച്ചൻ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുൻഭാഗം ഏലിയാസിന് കാണാം. ഒരിക്കൽ കൂടി ഏലിയാസ് ലക്ഷ്യം നോക്കി. അപ്പോൾ സമയം 8:20:57. ഏലിയാസ് ട്രിഗർ അമർത്തുന്നതിന് 1 സെക്കൻഡ് മുൻപ് കറണ്ട് പോയി. പവർ കട്ട്. എങ്കിലും തോക്കിൻ്റെ ലക്ഷ്യം മാറിയില്ല. അയാൾ ട്രിഗർ അമർത്തി. ആ ഇരുളിൽ അത്യുഗ്രമായ ഒരു അലർച്ചയുയർന്നു. സംതൃപ്തിയോടെ ഏലിയാസ് മരത്തിൽ നിന്നിറങ്ങി. ഗേറ്റിൽ നിന്നിരുന്ന ഗൂർഖ ടോർച്ച് തെളിച്ചുകൊണ്ട് അലർച്ച കേട്ടിടത്തേക്ക് ഓടി വന്നു. എന്നാൽ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല സംഭവങ്ങൾ. കറണ്ട് പോകുകയും നാശം എന്ന് പറഞ്ഞ് ചന്തു അവിടെ നിന്ന് എളീക്കുകയും ചെയ്തിരുന്നു. എമർജൻസി ലാമ്പ് എടുക്കുകയായിരുന്നു ലക്ഷ്യം. 2 അടി പോലും നീങ്ങുന്നതിന് മുൻപായിരുന്നു അവറാച്ചൻ മുതലാളിയുടെ അലർച്ച. ഓടിവന്ന ഗൂർഖ ടോർച്ച് മിന്നിച്ചു. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. രക്തത്തിൽ കുളിച്ചു പിടയുന്ന അവറാച്ചൻ മുതലാളി. ചന്തുവും ഗൂർഖയും ഞെട്ടിപ്പോയി. ചന്തു മുതലാളിയെ താങ്ങിയെടുത്തു. പിടയുകയാണ് അദ്ദേഹം. വേഗത്തിൽ ഇരുവരും ചേർന്ന് അദ്ദേഹത്തെ കാറിൽ കയറ്റി. അപ്പോഴേക്കും ബംഗ്ലാവിലെ ജോലിക്കാർ ഓടി വന്നു. കാർ ശരം പോലെ പാഞ്ഞുപോയി. ഹോസ്പിറ്റൽ. അവറാച്ചൻ മുതലാളിയെയും ചന്തുവിനെയും പരിചയമുള്ള ഡോക്ടർമാർ. ധൃതിയിൽ മുതലാളിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. ഹൃദയത്തിന് തൊട്ടടുത്താണ് വെടിയേറ്റിരിക്കുന്നത്. ബ്ലഡ് വേണം. ഭാഗ്യത്തിന് ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ഉണ്ടായിരുന്നു. ചന്തു ഹോസ്പിറ്റലിൽ നിന്നും കുമാറിന് ഫോൺ ചെയ്തു. സ്റ്റോറിനടുത്തുള്ള കെട്ടിടത്തിലായിരുന്നു അയാൾ താമസം. അവിടെയും ഫോണുണ്ടായിരുന്നു. അരമണിക്കൂറിനുള്ളിൽ കുമാർ എത്തി. എങ്ങനെയായിരുന്നു ചന്തുവണ്ണ സംഭവം? അയാൾ കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞു. എങ്കിൽ മുതലാളിയെ ഉദ്ദേശിച്ചല്ല വെടിവെച്ചത്, കുമാർ തീർത്തു പറഞ്ഞു. അമ്പരപ്പോഴ ചന്തു കുമാറിനെ നോക്കി. കുമാർ പറയുന്നത് നേര് തന്നെ. ചന്തു അണ്ണനെ ലക്ഷ്യം വെച്ച് നിറയൊഴിച്ചതാണ്. ആ നേരത്തെ എണീറ്റത് കൊണ്ട് അണ്ണന് വെടിയേറ്റില്ലെന്ന് മാത്രം. എന്നെ ആര് വെടിവെക്കാനാണ്? ആ കൂലിക്കൊലയാളി. അല്ലാതാര്? അണ്ണനെ കൊല്ലുവാൻ അച്ചാരം വാങ്ങിയതല്ലേ അയാൾ. നമ്മളൊന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് വെച്ച് അയാൾ പിന്മാറുമെന്ന് കരുതണോ? അത്തരം ഒരു സാധ്യതയെക്കുറിച്ച് ചന്തുവും ചിന്തിച്ചത് അപ്പോഴാണ്. ഏലിയാസ് ഫ്രെഡിയാവും ആൾ. വെടിവെച്ച പോലും കേട്ടില്ല. ഫ്രെഡിയുടെ കയ്യിലെ ഇത്തരം ആയുധങ്ങൾ കാണോ? ചന്തു രാത്രിയിൽ തന്നെ IG നരേന്ദ്രനാഥുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം രാവിലെ എത്തിച്ചേരുമെന്ന് മറുപടി കിട്ടി. കൂടാതെ ഏലിയാസിനെ തിരയാമെന്നും ഏറ്റു. മുതലാളിയെ ICUവിലേക്ക് മാറ്റി. ബുള്ളറ്റ് ഓപ്പറേറ്റ് ചെയ്തെടുത്തെങ്കിലും 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാനാവില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. മേരിയമ്മയെയും ലിസയെയും എങ്ങനെ വിവരം ധരിപ്പിക്കും എന്നതായിരുന്നു ചന്തുവിൻ്റെ അടുത്ത ചിന്ത. അതുപോലെ തന്നെ മുതലാളി തന്നോട് എന്തോ രഹസ്യം പറയുവാൻ ഭാവിക്കുകയായിരുന്നു. എന്തായിരിക്കും അത്? രാത്രിയുടെ യാമങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ഹോസ്പിറ്റലിലെ ബെഞ്ചിൽ ചന്തുവും കുമാറും ഉറക്കമൊഴിഞ്ഞിരുന്നു. ഇതിനിടെ അയാൾ ഡോക്ടർ ധർമ്മപ്രസാദുമായി ഫോണിൽ ബന്ധപ്പെട്ടു. വിവരം അറിയിച്ചതുകൊണ്ട് ലിസിയുടെ രോഗം വീണ്ടും വരികയില്ലെന്ന് ഡോക്ടർ ഉറപ്പുകൊടുത്തു. നേരെ പുലർന്നിട്ടും അവറാച്ചൻ മുതലാളിക്ക് സ്വബോധം വീണ്ടും കിട്ടിയില്ല. അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കരുതേ എന്ന് ചന്തു മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏലിയാസ് ഫ്രെഡിയെ തേടി പോലീസ് പരക്കം പാഞ്ഞു. IG-യുടെ ഓർഡറാണ് അയാളെ എത്രയും വേഗത്തിൽ കണ്ടുപിടിക്കണമെന്ന്. ചന്തുവിന് ഒരാശയം തോന്നി. അയാൾ റോബിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. മറുതലയ്ക്കൽ റിസീവർ എടുത്തു. ഹലോ, റോബിനാണോ? അതെ. ചന്തു സ്വരത്തിൽ വ്യത്യാസം വരുത്തിയാണ് സംസാരിച്ചത്. ഞാൻ വിജയദാസാണ്. അപ്പുറം നിശബ്ദം. മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് ചിന്തിക്കാം. തൽക്കാലം ഏലിയാസിനെ രക്ഷിക്കണം. പോലീസ് അയാളെ തേടി നടക്കുകയാണ്. രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം. പിടിക്കപ്പെട്ടാൽ നമ്മളൊക്കെ അകത്താകും.
എവിടെയാണ് അയാളിപ്പോൾ താമസം? സിക്സറിൽ തന്നെ. അങ്കിളിന് അറിഞ്ഞുകൂടെ? അറിയാമായിരുന്നു, പക്ഷേ അവിടെ നിന്നും അയാൾ മാറിയില്ലേ? ഇല്ല. ഓക്കെ. ചന്തുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. അയാൾ റിസീവർ വയ്ക്കാതെ നേരെ AGയെ വിളിച്ചു. ഹോട്ടൽ സിക്സർ. രാവിലെ 8 മണി. ഒരു മൂളിപ്പാട്ടോടെ ഏലിയാസ് പുറത്തേക്ക് വന്നു. ജീൻസും ലൂസ് ഷർട്ടുമാണ് വേഷം. തൻ്റെ കണ്ണുകൾ മറ്റുള്ളവർ ശ്രദ്ധിക്കാതിരിക്കാൻ അയാൾ ഒരു കറുത്ത കണ്ണട ധരിച്ചിട്ടുണ്ട്. ചന്തു മരിച്ചോ എന്നറിയണം. അതായിരുന്നു രാവിലത്തെ യാത്രയുടെ ഉദ്ദേശം. അയാൾ റിസപ്ഷൻ കഴിഞ്ഞതോ പിടിച്ചു നിർത്തിയതുപോലെ നിന്നു. തൊട്ടുമുന്നിൽ CI സത്യരാജ്. അയാളുടെ കയ്യിൽ ഇരുന്ന റിവോൾവറിൻ്റെ ലക്ഷ്യം ഏലിയാസിൻ്റെ നേരെയായിരുന്നു. ഏലിയാസിൻ്റെ തലച്ചോറിൽ അപകടം സൈറൺ മുഴങ്ങി. അയാൾ പിന്തിരിഞ്ഞ് ഓടാൻ ഭാവിച്ചപ്പോൾ അവിടെയും ഒരാൾ. SI കമലഹാസൻ. ഏലിയാസ് ഒന്നും പറഞ്ഞില്ല. അയാൾ പോലീസ് വലയിൽ കുരുങ്ങി. സത്യരാജ് അയാളെ വിലങ്ങണിയിച്ചു. നടക്കടാ നിന്റെ റൂമിലേക്ക്. പോലീസ് ഉദ്യോഗസ്ഥൻ തെളിവുകൾ ശേഖരിക്കുന്നതിന് അയാളെയും കൊണ്ട് ലിഫ്റ്റിൽ കയറി. ഏലിയാസ് ഫ്രെഡിയെയും അയാൾ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളും പോലീസ് കണ്ടെത്തിയ വിവരം ചന്തു അപ്പോൾ തന്നെ അറിഞ്ഞിരുന്നു. രാവിലെ 10 മണിയായിട്ടും അവറാച്ച മുതലാളിക്ക് സ്വബോധം വീണ്ടു കിട്ടിയിട്ടില്ല. ഇനിയും മേരിയമ്മയെയും ലിസിയെയും വിവരമറിയിക്കാതിരിക്കുന്നത് ഉചിതമല്ലെന്ന് ചന്തുവിന് തോന്നി. അയാൾ ഡോക്ടർ ധർമ്മപ്രസാദിന് ഫോൺ ചെയ്തു. അവരെ വിവരങ്ങൾ അറിയിക്കുവാനുള്ള ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് കുമാറിനോട് പറഞ്ഞു. കുമാർ പോയി അവരെ ഹോസ്പിറ്റലിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോരണം. ശരി. അയാൾ പോയി. അവറാച്ച മുതലാളിയുടെ എല്ലാ സ്ഥാപനങ്ങളിലും അന്ന് പണിമുടക്കായിരുന്നു. രാവിലെ മുതൽ ഹോസ്പിറ്റൽ പരിസരത്ത് തൊഴിലാളികളെ കൊണ്ടു നിറഞ്ഞു. അവരെ ആശ്വസിപ്പിച്ച് അടക്കി നിർത്തേണ്ട ചുമതലയും ചന്തുവിൽ വന്നു ചേർന്നു. അവറാച്ച മുതലാളിയെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്നും VIP റൂമിലേക്ക് മാറ്റി. ചന്തു കിടക്കയ്ക്കരികിൽ തന്നെ ഇരുന്നു. മറ്റാർക്കും സന്ദർശനാനുമതി കിട്ടിയില്ല. 2 മണിക്കൂറുകൾ കൂടി കഴിഞ്ഞപ്പോൾ മേരിയമ്മയും ലിസിയും ധർമ്മപ്രസാദും എത്തി. സ്ത്രീകൾ കരച്ചിലടക്കാൻ പാടുപെടുകയായിരുന്നു. യാത്രയിലുടനീളം ധർമ്മപ്രസാദ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നതുകൊണ്ടാണ് അത്രയുമെങ്കിലും സംയമനം പാലിക്കാൻ അവർക്ക് കഴിഞ്ഞത്. നേരം ഉച്ച കഴിഞ്ഞു. അവറാച്ച മുതലാളി പതിയെ ഒന്ന് ഞരങ്ങി. ചന്തു ആ മുഖത്തേക്ക് ഉറ്റുനോക്കി ഇരിക്കുകയാണ്. AG നരേന്ദ്രനാഥ് അവിടെ നിന്നും പോയതേയുള്ളൂ. ഏലിയാസ് ഫ്രെഡി യാതൊരു തരത്തിലും നിയമത്തിൻ്റെ പഴുതിൽ നിന്നും രക്ഷപ്പെടില്ലെന്ന് നരേന്ദ്രനാഥ് ചന്തുവിന് ഉറപ്പുകൊടുത്തു. ഡോക്ടർ വന്ന് അവറാച്ച മുതലാളിയെ പരിശോധിച്ചു. ഒരു ഇഞ്ചക്ഷൻ കൂടി നൽകി. പിന്നെയും മിനിറ്റുകൾ ഇഴഞ്ഞു നീങ്ങി. മേരിയമ്മയും ലിസിയും ഹൃദയം തകർന്ന മട്ടിൽ ഇരിക്കുകയാണ്. വീട്ടിലേക്ക് പോകുവാൻ ചന്തു കഴിയുന്നത്ര നിർബന്ധിച്ചെങ്കിലും അവർ വഴങ്ങിയില്ല. ചന്തുവും ജലപാനം പോലുമില്ലാതെ ഇരിക്കുകയാണ്. സമയം 4 മണി. ഏവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് അവറാച്ച മുതലാളി കണ്ണു തുറന്നു. അദ്ദേഹത്തിന് മുറിയിൽ ഉണ്ടായിരുന്നവരെയെല്ലാം മനസ്സിലായി. ഡാഡി, ലിസി സന്തോഷത്തോടെ വിളിച്ചു. മോളെ. അദ്ദേഹം അവളുടെ കൈ കവർന്നു. പിന്നെ ചന്തുവിനെയും മേരിയമ്മയെയും നോക്കി. എനിക്ക് ചിലത് പറയാനുണ്ട്. ആ സ്വരത്തിൽ ആകെ ഒരു തിടുക്കം. വേണ്ട, ഇപ്പോഴൊന്നും സംസാരിക്കേണ്ട. സുഖമായി കഴിഞ്ഞിട്ട് ഒക്കെ പറയാം. മുതലാളിയുടെ ചുണ്ടുകളിൽ വരണ്ട ഒരു ചിരിയുണ്ടായി. അനന്തരം ആരുടെയും അനുവാദത്തിന് കാക്കാതെ അദ്ദേഹം സാവധാനം പറയാൻ തുടങ്ങി. ഞാൻ എല്ലാവരെയും വഞ്ചിക്കുകയായിരുന്നു. ചന്തുവിനെയും മേരിയെയും എൻ്റെ ലിസിമോളെയും എല്ലാം. ആർക്കും ഒന്നും പിടികിട്ടിയില്ല. അവർ മുഖാമുഖം നോക്കി. മേരി എന്നോട് ചോദിച്ചു, ലിസിമോളെ ചന്തുവിനെ കൊടുത്താൽ എന്താണെന്ന്. ഞാനതിന് മറുപടി പറഞ്ഞില്ല. കാരണം എന്താണെന്നറിയാമോ? ഏവരും നിശബ്ദം. ചന്തു എൻ്റെ മോനാണ്, മൂത്ത മോൻ. ചന്തുവിൽ നിന്നും ഏതോ അസ്പഷ്ടമായ ഒരു സ്വരമുയർന്നു. മേരിയമ്മയും ലിസിയും തരിച്ചു നിന്നുപോയി. അതെ, ആശ്വാസത്തോടെ അവറാച്ച മുതലാളി പറഞ്ഞു. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ചന്തുവിനെ എൻ്റെ ഒപ്പം കൊണ്ടുപോകുന്നത്. സ്ഥലകാലങ്ങൾ വിസ്മരിച്ചു നിൽക്കുകയായിരുന്നു ചന്തു. താൻ ഏതോ സ്വപ്നലോകത്ത് സഞ്ചരിക്കുന്നത് പോലെ. താൻ ഡാഡിയും മമ്മിയും എന്ന് ധരിച്ചവർ SP വിജയദാസും സെഷൻസ് ജഡ്ജ് ആഷാമേനോനും. ചന്തു, എന്താ മോനെ ഒന്നും പറയാത്തത്? ഞാൻ വിശ്വസിക്കടാ. അപ്പോൾ അവരൊക്കെ പറയാം. നിന്നെ നോക്കുന്നതിന് വേണ്ടി നിൻ്റെ അമ്മ വിദ്യാസമ്പന്നയായ ഒരു ആയിയെ വീട്ടിൽ താമസിപ്പിച്ചു. ഒരു MA-കാരിയെ. അവളാണ് ആഷാമേനൻ. ചന്തു നടുങ്ങി. അതേടാ. പിന്നീടാണ് അവൾ LLBക്ക് പോയതും വക്കീലും ജഡ്ജിയുമൊക്കെ ആയതും. ഒന്നും എനിക്ക് വ്യക്തമാകുന്നില്ല. എൻ്റെ ഡയറിയിൽ ഞാൻ എല്ലാം കുറിച്ചിട്ടിട്ടുണ്ട്. മോൻ അത് വായിച്ചാൽ മതി. മേരിക്ക് എന്നോട് പിണക്കമൊന്നുമില്ലല്ലോ. ഇത്രയും കാലം എന്നോട് പറയാതിരുന്നതിലേയുള്ളൂ എനിക്ക് പിണക്കം. മേരിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. മോളും ഡാഡിയോട് ക്ഷമിക്കണം. എന്തിന്? ലിസി കണ്ണുനീരോടെ ചിരിച്ചു. ഇത്രയും നല്ല ഒരു സഹോദരനെ എനിക്ക് തന്നതിനോ? അവർ അച്ഛൻ്റെ മുഖത്ത് നിറഞ്ഞ സംതൃപ്തി. ഇനി ചന്തു വേണം ഇവരുടെ കാര്യങ്ങൾ നോക്കുവാൻ. അച്ഛൻ അങ്ങനെ പറയരുത്. ചന്തുവിൻ്റെ സ്വരം പതറി. അങ്ങു തന്നെ വേണം എല്ലാവർക്കും തണലായി. പറ്റില്ല മോനെ. അവർ അച്ഛൻ മുതലാളിയുടെ ഈ മകൾ വല്ലാതെ പിടയുന്നത് ചന്തു കണ്ടു. അയാൾക്ക് വല്ലാത്ത നടുക്കമുണ്ടായി. അദ്ദേഹത്തിൻ്റെ നാവ് കുഴഞ്ഞു. ഇനി ഞാൻ മൂവരുടെയും നെറ്റിച്ചുളിഞ്ഞു. അവർ അച്ഛൻ മുതലാളി ബാക്കി പറഞ്ഞില്ല. അതിനു മുൻപേ അവസാന ശ്വാസവും നഷ്ടമായിരുന്നു. ഒരു സെക്കൻഡ് ശാന്തത. പിന്നെ ഹൃദയം നുറുങ്ങുന്ന നിലവിളി മുറിയിൽ നിന്നും ഉയർന്നപ്പോൾ പുറത്തെ ബെഞ്ചിൽ ഇരിക്കുകയായിരുന്ന ഡോക്ടർ ധർമ്മപ്രസാദും കുമാറും ചാടി എഴുന്നേറ്റു. അവർ അച്ഛൻ മുതലാളി മരിച്ചിട്ട് ഒരാഴ്ച തികയാണ്. ചന്തു ബംഗ്ലാവിൽ തന്നെയാണ് താമസം. മേരിയമ്മയ്ക്കും ലിസിക്കും അയാൾ എപ്പോഴും അവിടെ ഉണ്ടാകണമെന്ന വാശിയാണ്. ഇതിനിടെ ചന്തു അവർ അച്ഛൻ മുതലാളിയുടെ ഡയറി പഠിച്ചു. കാര്യങ്ങളുടെ നിജസ്ഥിതികളൊക്കെ അറിഞ്ഞു.
ഒരിക്കൽ അവറാച്ച മുതലാളിയും ചന്തുവിൻ്റെ അമ്മ രാധയും അടുത്തടുത്ത വീടുകളിലായിരുന്നു താമസം. ജീവിക്കാൻ പോലും വകയില്ലാത്ത വീട്ടിലെ അംഗമായിരുന്നു അവറാച്ചൻ. രാധയുടെ അച്ഛനമ്മമാർ വിദേശത്താണ്. വല്യമ്മയും രാധയും മാത്രമാണ് അവിടെ താമസം. സ്കൂളിൽ പോലും പോകാതെ കറങ്ങി നടന്ന അവറാച്ചൻ രാധയുടെ വീട്ടിൽ തന്നെയാണ് ഉണ്ണുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്തത്. കാലം നീങ്ങിയപ്പോൾ അവർ പരസ്പരം അടുത്തു. മനസ്സും ശരീരവും കൈമാറി. രാധ ഗർഭിണിയായി. വിവരം വല്യമ്മ അറിഞ്ഞു. തികഞ്ഞ അഭിമാനിയായിരുന്ന അവർ തറവാട്ടുകാരിയും. അവർ രാധയുടെ മാതാപിതാക്കൾക്ക് വിവരത്തിന് കത്തിട്ടു. ഒപ്പം കരപ്രമാണിമാരെ വിളിച്ചുകൂട്ടി. രാധയ്ക്ക് അഭിപ്രായങ്ങൾ തുറന്നു പറയുവാൻ ഭയം. അവറാച്ചനെ രഹസ്യമായി ഇല്ലാതാക്കുവാൻ വരെ പ്രമാണിമാർ തീരുമാനിച്ചതറിഞ്ഞ് ഒരു രാത്രിയിൽ രാധ അവറാച്ചൻ്റെ അടുത്തെത്തി. അവളുടെ കയ്യിൽ ഒരു കെട്ട് നോട്ടുകളുണ്ടായിരുന്നു. അത് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവൾ പറഞ്ഞു, അവറാച്ചനെ എല്ലാവരും ചേർന്ന് കൊല്ലും. അതിനു മുമ്പ് പോയിക്കോ. എങ്കിൽ നിനക്കും എൻ്റെ ഒപ്പം പോന്നുകൂടെ രാധേ? വേണ്ട, നമുക്ക് ഒരിക്കൽ കാണാം, ഒന്നാകാം. അവറാച്ചൻ വലിയ ആളായിട്ട് വരുമ്പോൾ അതുവരെ ഞാൻ കാത്തു നിൽക്കാം. നമ്മുടെ കുഞ്ഞിനെയും ഞാൻ നശിപ്പിക്കത്തില്ല, സത്യം. അങ്ങനെ ആരോടും ഒന്നും പറയാതെ അവറാച്ചൻ നാടുവിട്ടു. ആ രാത്രിയിൽ തന്നെ അവറാച്ചൻ്റെ വീടും അതിനുള്ളിൽ അവൻ്റെ മാതാപിതാക്കളും തീപിടുത്തത്തിൽ ഇല്ലാതായി. പ്രമാണിമാർ വീടിന് തീയിട്ടതാണ് കാരണം. ദുരന്തങ്ങൾ ഒന്നിനുമേൽ ഒന്നായി രാധയെ തേടിയെത്തി. വിദേശത്തു നിന്നും കപ്പലിൽ വന്ന അവളുടെ മാതാപിതാക്കൾ കൊടുങ്കാറ്റിലും പേമാരിയിലും പെട്ട് കപ്പൽ മുങ്ങിയത് കാരണം തിരിച്ചെത്തിയില്ല. മുത്തശ്ശിക്ക് അതൊരു വലിയ ആഘാതമായിരുന്നു. അതോടെ അവർ രാധയെ കൂടുതൽ സ്നേഹിച്ചു. അവളുടെ കുട്ടിയെ നശിപ്പിക്കരുതെന്നും നിർദ്ദേശിച്ചു. പക്ഷേ അധികകാലം മുത്തശ്ശിയെയും അവൾക്ക് കൂട്ടിന് കിട്ടിയില്ല. ചന്തു ജനിച്ച് 5 മാസങ്ങൾ കഴിയും മുമ്പ് മുത്തശ്ശിയും അവളെ വിട്ടുപിരിഞ്ഞു. വായിച്ച സ്വത്തുക്കൾ രാധ മാത്രം അവകാശി. അവളെ കുട്ടിയോടുകൂടി തന്നെ സ്വീകരിക്കാൻ പലരും വന്നു. അവൾ വഴങ്ങിയില്ല. അവറാച്ചൻ എന്തെങ്കിലും തിരിച്ചെത്തുന്നതും കാത്തു കഴിഞ്ഞു. ഈ സമയത്താണ് ഒരു തുണയ്ക്കായി ആഷാമേനോനെ ശമ്പളത്തിന് നിർത്തിയത്. തന്നെയും എന്തെങ്കിലും ദുരിതങ്ങൾ തേടി എത്തിക്കാമെന്ന് രാധയും ഭയപ്പെട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ അവൾ സ്വത്തുക്കൾ മുഴുവൻ ചന്തുവിൻ്റെ പേരിൽ എഴുതി വെച്ചു. അവന് വേണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മുതൽക്കൂട്ടാക്കാം. അത്തരത്തിലാണ് പ്രമാണം. ചന്തുവിന് 2 വയസ്സുള്ളപ്പോൾ രാധയ്ക്ക് ബ്ലഡ് ക്യാൻസറാണെന്ന് ആഷാമേനോൻ അറിഞ്ഞു. അവരുടെ കുടുംബ ഡോക്ടറിൽ നിന്നും അവൾ അവസരത്തിനൊത്ത് ഏറെ അടുത്തു നിന്നു. അധികകാലം പിന്നീട് രാധ ജീവിച്ചില്ല. ചന്തുവിനെ അവൾ വളർത്താൻ തുടങ്ങി. പിന്നെ ഒരു വേലക്കാരിയെ കൂട്ടി LLBക്ക് ചേർന്നു. അവിടുന്ന് അങ്ങോട്ട് ആഷയുടെ വളർച്ചയായിരുന്നു. IPSന് പഠിച്ചുകൊണ്ടിരുന്ന വിജയദാസുമായി അടുത്തു. വിവാഹം നടന്നു. പഴയ വീട് പൊളിച്ചു മാറ്റി പുതിയ ബംഗ്ലാവ് പണിതു. എല്ലാം അനുഭവിക്കേണ്ട ചന്തു കീറിയ ട്രൗസറും ഷർട്ടും ഇട്ടിട്ട് ഗ്രാമത്തിലെ സ്കൂളിലും പഠിച്ചു. ആഷയ്ക്കും വിജയദാസിനും ഉണ്ടായ മകൻ വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നല്ല ഭക്ഷണം കഴിച്ച് നഗരത്തിലെ സമ്പന്നന്മാരുടെ മക്കൾ പഠിച്ചിരുന്ന സ്കൂളിലും. ഡയറി മുഴുവൻ വായിച്ചപ്പോൾ ചന്തുവിന് ഒന്നുറപ്പായി. തന്നെ കൊന്നാൽ സ്വത്തുക്കൾ നഷ്ടമാകുമെന്ന് പേടിച്ചാണ് അവർ കൊല്ലാതിരുന്നത്. അന്ന് നാടുവിട്ട അവറാച്ചൻ തിരികെ വന്നത് 10 വർഷങ്ങൾക്ക് മുൻപാണ്. ഭാര്യയും മകളും ഒക്കെയായിട്ട്. എല്ലാ വിവരങ്ങളും അയാൾ മനസ്സിലാക്കിയതും അതിനുശേഷമാണ്. പക്ഷേ അപ്പോഴേക്കും ചന്തു കേസിൽ കുടുങ്ങി ജയിലിലായിരുന്നു. തൻ്റെ ബംഗ്ലാവിലാണ് അവർ സുഖിക്കുന്നതെന്ന് അറിഞ്ഞതോടെ ചന്തുവിൻ്റെ രോഷം ആളിക്കത്തി. അയാൾ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയായിരുന്നു. റോബിനും റെന്നിയും കുറേ നേരമായി ആലോചനയിലാണ്. ഇന്ന് കോടതിയിൽ ഹാജരാകുമ്പോൾ തീർച്ചയായും ഡോക്ടർ സുധീറിന് ജാമ്യം കിട്ടുമെന്ന് അവർക്കറിയാം. നമ്മുടെ പെങ്ങളെ കൊന്നവനെ വെറുതെ വിടുന്ന പ്രശ്നമേയില്ല, റെന്നി തീർത്തു പറഞ്ഞു. റോബിനും അതേ അഭിപ്രായമായിരുന്നു. എന്തൊക്കെയോ സുപ്രധാനമായ തീരുമാനങ്ങളുമായി അവർ വീട്ടിൽ നിന്നിറങ്ങി. 11 മണി കഴിഞ്ഞപ്പോൾ സുധീറിൻ്റെ കേസ് വിളിച്ചു. കോടതി അയാൾക്ക് ജാമ്യം അനുവദിച്ചു. കോടതി മുറ്റത്തു നിന്നും അയാൾ നേരെ വീട്ടിലേക്ക് കാർ വിട്ടു. നഗരത്തിൻ്റെ പരിധി കഴിഞ്ഞതും എതിരെ വന്ന മാരുതി ജിപ്സി ജീപ്പ് കാറിന് മുന്നിൽ ബ്രേക്ക് ചെയ്തു. സുധീറും ബ്രേക്ക് അമർത്തിയെങ്കിലും ജീപ്പിൽ മുട്ടിയാണ് കാർ നിന്നത്. ജീപ്പിൽ റോബിനും റെന്നിയുമായിരുന്നു. സുധീർ നോക്കിയിരിക്കെ 2 ഹോക്കി സ്റ്റിക്കുകളുമായി അവർ ജീപ്പിൽ നിന്നും ചാടിയിറങ്ങി. ഡോക്ടർ സുധീറിൻ്റെ ഉള്ളം നടുങ്ങി. എന്താണ് ഇവരുടെ ഉദ്ദേശം? കാറിൽ നിന്നും ഇറങ്ങി ഓടിയാലെന്തെന്ന് അയാൾ ചിന്തിക്കാതിരുന്നില്ല. പക്ഷേ വൈകിപ്പോയിരുന്നു. ഹോക്കി സ്റ്റിക്കുകളുമായി ഓടി വന്ന റോബിനും റെന്നിയും പ്രവർത്തിച്ചു കഴിഞ്ഞു. കാറിൻ്റെ ഹെഡ്ലൈറ്റുകളും ഗ്ലാസും തകർന്നു വീണു. റോബിൻ, എന്താണിത്? നിനക്ക് കണ്ണ് കണ്ടുകൂടറാ? ഒരു പുഴുത്തത്തെറിയാണ് പിന്നെ അവൻ വിളിച്ചത്. ഒപ്പം ഡോർ തുറന്ന് സുധീറിനെ വലിച്ചു പുറത്തിറക്കി. എന്നെ കൊല്ലരുത്, അയാൾ തൊഴുതുകൊണ്ട് അപേക്ഷിച്ചു. ഇല്ലടാ, നിന്നെ വളർത്താം. പിന്നിൽ നിന്നും റെന്നി അടിച്ചു കഴിഞ്ഞു. ഹാ! സുധീറിൻ്റെ തലയോട് പിളർന്നു. ചോര ചീറ്റി ഒഴുകി. അയാൾ തറയിൽ വീണു. റോഡിൽ ഇരുവശത്തു നിന്നും അനേകം വാഹനങ്ങൾ വന്നു നിരന്നു കഴിഞ്ഞു. ഒരു മൂളൽ. പോലീസ്. പിന്നിൽ വന്നു നിന്ന പോലീസ് ജീപ്പിൽ നിന്ന് SP വിജയദാസ് ഇറങ്ങി. വാഹനങ്ങൾക്കിടയിലൂടെ ഓടി വന്നു. അപ്പോൾ പട്ടിയെ തല്ലുന്നതുപോലെ തറയിലിട്ട് സുധീറിനെ തല്ലുകയായിരുന്നു റോബിനും റെന്നിയും. ചാത്തുണ്ണിയുടെ മകളെ കൊന്നിട്ട് സുഖിക്കാമെന്ന് കരുതിയോടാ? റെന്നി, SP വരുന്നു, റോബിൻ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു. തൽക്കാലം പിടികൊടുക്കണ്ട. ഇരുവരും വാഹനങ്ങൾക്കിടയിലൂടെ പലായനം ചെയ്തു. ഓടിയെത്തിയ SP ആ കാഴ്ച കണ്ട് തരിച്ചു നിന്നുപോയി. ഒരു ചോരക്കട്ട പോലെ സുധീർ. ചലനം പോലുമില്ല. അദ്ദേഹം വേഗം ഞാടി പിടിച്ചു നോക്കി. ആ മുഖത്ത് നിരാശ നിറഞ്ഞു. സുധീർ മരിച്ചു. അവസാനം താൻ ഭയപ്പെട്ടിരുന്നത് പോലെ സംഭവിച്ചു. വിജയദാസ് ഓർത്തു. തൻ്റെ മോൻ. അദ്ദേഹം തലയിൽ നിന്നും തൊപ്പിയെടുത്ത് കയ്യിൽ പിടിച്ചു. പിന്നെ കണ്ണടച്ച് ഏതാനും സെക്കൻഡുകൾ
മൗനമായി നിന്നു. അവസാനം താൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഡോക്ടർ മെറീന ഓർത്തു. ഇതുവരെ തനിക്ക് ഭർത്താവ് എന്ന് പറയാൻ ഒരാളുണ്ടായിരുന്നു. ഇനി അതില്ല. താൻ വിധവ. ഭർത്താവിനെ റോഡിലിട്ട് പേപ്പട്ടിയെ പോലെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ തല്ലിക്കൊന്നു. സുധീർ ഇതുവരെ ചെയ്ത പാപങ്ങളുടെ ഫലമാണിതെന്ന് ആശ്വസിക്കാൻ ശ്രമിച്ചു അവൾ. റോബിനും റെന്നിയും ഒളിവിലാണ്. SP വിജയദാസും സംഘവും അവരെ തേടി നടന്നു. വിജയദാസിന് അറിയാവുന്ന ഒളിത്താവളങ്ങൾ മുഴുവൻ റെയ്ഡ് ചെയ്യപ്പെട്ടു. ഒരിടത്തും അവർ ഉണ്ടായിരുന്നില്ല. ഈ അവസരത്തിൽ സുരക്ഷിതമായി ഒരിടത്തായിരുന്നു അവർ. SP വിജയദാസ് നമ്മളെ പൊക്കും. സെഷൻസ് ജഡ്ജ് ആഷാ മേനോൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് തൂക്കുമരത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷ പോലും കിട്ടാൻ പോകുന്നില്ല. ഒളിത്താവളത്തിൽ വെച്ച് റെന്നി റോബിനോട് പറഞ്ഞു. നമ്മൾ എന്തെങ്കിലും കാട്ടിയാലും അത് ചന്തുവിൻ്റെ തലയിൽ വച്ച് കെട്ടാവുന്നതേയുള്ളൂ. ആ ആശയം കൊള്ളാമെന്ന് റോബിനും തോന്നി. ചന്തു രജിസ്ട്രാർ ഓഫീസിലുള്ളവർക്ക് പണം വാരി വിതറിക്കൊടുത്തപ്പോൾ 29 വർഷങ്ങൾക്ക് മുൻപുള്ള ഏതു പ്രമാണങ്ങളുടെ കോപ്പിയും തപ്പിയെടുക്കാൻ അവർ തയ്യാറായി. പക്ഷേ അത് കണ്ടുപിടിക്കാൻ ഏതാണ്ട് ഒരു ദിവസത്തോളം വേണ്ടി വന്നെന്ന് മാത്രം. അവയുടെ പകർപ്പുകളെടുത്ത് ചന്തു അവിടെ നിന്നും പോന്നു. അവറാച്ചൻ ഡയറിയിൽ എഴുതിയിരുന്നത് ശരിയായിരുന്നു. കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കളുടെ മുഴുവൻ അവകാശിയും ചന്തുവാണ്. ചന്തു പ്രായപൂർത്തിയാകുന്നതുവരെ സ്വത്തുക്കൾ നോക്കി നിർത്താനുള്ള അവകാശം അയാളെ സംരക്ഷിക്കുന്നവർക്കാണ്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ തൻ്റെ സ്വത്തുക്കൾ എന്തും ചെയ്യാനുള്ള അവകാശം ചന്തുവിനുണ്ട്. ഇനി അയാൾക്ക് അത് വേണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് മുതൽക്കൂട്ടാക്കുകയും ചെയ്യാം. ചന്തു രേഖകൾ മുഴുവൻ IG നരേന്ദ്രനാഥിനെ കാണിച്ചു. അവിടെ താമസിക്കുന്നവർ ആരായാലും ചന്തു ആവശ്യപ്പെടുന്ന നിമിഷത്തിൽ തന്നെ മാറിത്തരേണ്ടതുണ്ട്, നരേന്ദ്രനാഥ് പറഞ്ഞു. ചന്തു സംതൃപ്തിയോടെ ചിരിച്ചു. SP വിജയദാസ് ലോക്കപ്പിലിട്ട് തന്നെ മർദ്ദിച്ചതും ആഷാ മേനോൻ തനിക്കെതിരെ കോടതിയിൽ വാദിച്ചതുമൊക്കെ അയാളുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. ചന്തു അണ്ണന് ഒരു ഫോണുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ലിസി അയാളോട് പറഞ്ഞു. ആരെ വിളിച്ചത്? ഡോക്ടർ മെറീന. അത്യാവശ്യമായും ചേട്ടൻ അവിടേക്കൊന്ന് ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ. ചന്തു ഡയൽ ചെയ്തു. മെറീനയുടെ ഹോസ്പിറ്റലിലെ നമ്പർ. കാത്തിരുന്നത് പോലെ റിസീവർ എടുക്കപ്പെട്ടു. ഹലോ, മെറീനയല്ലേ? അതെ, ഞാൻ ചന്തു. മറുതലയ്ക്കൽ നിശബ്ദം. അത്യാവശ്യമായോ ഞാൻ വിളിക്കണമെന്ന് പറഞ്ഞത്? നാളെ രാവിലെ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. പതിഞ്ഞ സ്വരം അത് പതറിയിരുന്നു. എവിടേക്ക്? ഡൽഹി. എൻ്റെ ഒരു അങ്കിൾ അവിടെയുണ്ട്. ഇനിയുള്ള കാലം അവിടെ ഒരു ഓർഫനേജിൽ സേവാ ശുശ്രൂഷകളുമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ചന്തുവിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് തോന്നി. അതുകൊണ്ടാണ് വിളിച്ചത്. ഗുഡ് ബൈ. അപ്പോഴും ചന്തുവിൻ്റെ നാവ് അനങ്ങിയില്ല. പോകണ്ട എന്ന് പറയുവാൻ അന്തരംഗം പ്രേരിപ്പിച്ചതാണ്. പക്ഷേ രാത്രിയുടെ 2ാം യാമം ആരംഭിച്ച നേരത്ത് റോബിനും റെന്നിയും സെഷൻസ് ജഡ്ജ് ആഷാ മേനോൻ്റെ വാസസ്ഥലത്തെത്തി. മതിൽ ചാടിയാണ് ഇരുവരും അകത്തു കടന്നത്. സമീപത്തെങ്ങും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് കാർ ഷെഡിനരികിലേക്ക് നീങ്ങി. ഉദ്ദേശം അരമണിക്കൂറോളം കഴിഞ്ഞിട്ട് തിരികെ പോകുകയും ചെയ്തു. കുറേ അകലെ തങ്ങൾ വന്ന കാറിനടുത്ത് അവർ എത്തി. ഒരു വലിയ വൃക്ഷച്ചൂട്ടിൽ. പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു അത്. അവർ കാറിൽ കയറുവാൻ ഭാവിച്ചതും അവിടെ പ്രകാശപൂരമായി. ഇരുവരും ഞെട്ടി. 6 ഹെഡ്ലൈറ്റുകളിലെ വെളിച്ചമാണ് അവരെ വലയം ചെയ്തിരുന്നത്. 3 ജീപ്പുകൾ. പോലീസ്. അവർക്ക് രക്ഷപ്പെടുവാൻ പഴുതുകളില്ലായിരുന്നു. സമയം രാവിലെ 9 മണിയായപ്പോൾ ഒരു കാറും 2 ജീപ്പുകളും സെഷൻസ് ജഡ്ജ് ആഷാ മേനോൻ്റെ വീട്ടുമുറ്റത്ത് വന്നു നിന്നു. കാറിൽ നിന്ന് ചന്തുവും കുമാറും ഇറങ്ങി. ജീപ്പിലുണ്ടായിരുന്നത് ചെല്ലപ്പൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരായിരുന്നു. കോളിംഗ് ബെല്ലമർത്തി നിമിഷങ്ങൾക്കുള്ളിൽ വാതിൽ തുറക്കപ്പെട്ടു. SP വിജയദാസ്. തീപാർന്ന കണ്ണുകളോടെ അയാൾ ചന്തുവിനെ നോക്കി. പിന്നെ പുറത്ത് നിൽക്കുന്നവരെയും. എന്തു വേണം? മെല്ലെ ചിരിച്ചുകൊണ്ട് ചന്തു അകത്ത് കയറി. നിനക്കെന്താണ് ഇവിടെ കാര്യമെന്നാണോ ചോദിച്ചത്? ചന്തു പ്രമാണത്തിൻ്റെ പകർപ്പ് കാണിച്ചപ്പോൾ SPയുടെ മുഖം വിളറി വെളുത്തു. ഇത്രയും കാലം എൻ്റെ സ്വത്തുക്കൾ അനുഭവിച്ചില്ലേ? അത് മതി. വേഗം ഭാര്യയും ഭർത്താവും പുറത്തേക്കിറങ്ങി തരണം. എടാ, വിജയദാസ് അലറി വിളിച്ചു. പെട്ടെന്ന് മുന്നോട്ട് ചാടി ചന്തു ഒറ്റയടി. SP സെറ്റിയിലേക്ക് മറിഞ്ഞു വീണു. യജമാനെ എങ്ങനെയാണടാ നീ വിളിച്ചത്? വിജയദാസ് എണീക്കാൻ ഭാവിച്ചപ്പോൾ വീണ്ടും അടി കിട്ടി. ആഷാ മേനോൻ ഓടി വന്നു. ചന്തു. എന്താ ആയമ്മേ? ആയമ്മ. ആഷാ മേനോൻ്റെ മുഖം വിളറി. വേലക്കാരി ആ സ്ഥാനത്ത് നിന്നാൽ മതി കേട്ടോ. ചന്തു എല്ലാം മനസ്സിലാക്കിയെന്ന് ആഷാ മേനോന് ഉറപ്പായി. ചന്തുമാൻ എന്താ പറഞ്ഞത്? അവർ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാൽ മതിയെന്ന്. ആഷാ മേനോന് മനസ്സിലായില്ലേ? ചന്തുവിന് പ്രായപൂർത്തിയായി. ഇനി എല്ലാം നോക്കി നടത്താനുള്ള കഴിവുണ്ട്. ആ പിന്നെ സമയമുണ്ടെങ്കിൽ എൻ്റെ തുണികളൊക്കെ ഒന്ന് കഴുകിയിട്ടേര്. അതുപോലെ തന്നെ ഈ തറയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്ക്. തൻ്റെ തോൽ പൊളിഞ്ഞു പോകുന്നത് പോലെ തോന്നി സെഷൻസ് ജഡ്ജ് ആഷാ മേനോന്. അന്നത്തെ പത്രം ചന്തു അവർക്ക് നേരെ നീട്ടി. എല്ലാ കഥകളും അതിൽ അച്ചടിച്ചിരിക്കുന്നു, പ്രമാണത്തിൻ്റെ കോപ്പി ഉൾപ്പെടെ. വിശ്വാസവഞ്ചനയുടെ പേരിൽ നിങ്ങൾ 2 പേരെയും ഞാൻ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടതാണ്. പക്ഷേ തൽക്കാലം അങ്ങനെ ചെയ്യുന്നില്ല. ചന്തു ഇരുവരെയും മാറി മാറി നോക്കി. അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങൾ മാത്രം എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങൂ. ഇല്ല, ഞങ്ങളിവിടം വിട്ടുതരില്ല, വിജയദാസ് തീർത്തു പറഞ്ഞു. ചന്തു ചെല്ലപ്പനെ നോക്കി. അയാൾ മുന്നോട്ട് വന്നു. ഒരുപാട് നിരപരാധികളെ ദ്രോഹിച്ച ആളല്ലേ? ഇതുകൂടി ഇരിക്കട്ടെ. ചെല്ലപ്പൻ്റെ അടിയേറ്റ് വിജയദാസ് പുളഞ്ഞുപോയി. ഓഫീസിൽ വിജയദാസിനെ സസ്പെൻഷൻ ഓർഡർ കാത്തിരിക്കുകയായിരുന്നു. ഏലിയാസ് ഫ്രെഡിയിൽ നിന്നും അറിഞ്ഞ സത്യങ്ങളായിരുന്നു അതിന് കാരണം. സെഷൻസ് ജഡ്ജ് ആഷാ മേനോനും വിജയദാസും തങ്ങളുടെ വസ്ത്രങ്ങളും മറ്റും അടങ്ങിയ പെട്ടികളും തൂക്കി പുറത്തു വന്നു.
ബെൻസ് കാറിനടുത്തേക്ക് അവർ നീങ്ങി. ചന്തു എതിർത്തില്ല. അവർ കാറിൽ കയറി മെല്ലെ പിന്നോട്ടെടുത്ത് തിരിച്ച് പുറത്തേക്ക് പാഞ്ഞുപോയി. ആ നിമിഷം ഫോൺ ശബ്ദിച്ചു. ചന്തു അറ്റൻഡ് ചെയ്തു. അയാളുടെ മുഖത്ത് ഭാവമാറ്റം ഉണ്ടാകുന്നത് കുമാർ കണ്ടു. എന്താ ചന്തു അണ്ണാ? അവർ പോയ കാറിൽ റോബിനും റെനിയും ബോംബ് വച്ചിട്ടുണ്ട്. CI സത്യരാജാണ് പറഞ്ഞത്. ഏവരും ഞെട്ടിപ്പോയി. ഈ സമയം കാർ പ്രധാന നിരത്തിലെത്തിയിരുന്നു. ബാറ്ററി വഴി പ്രവർത്തിക്കുന്ന ബോംബായിരുന്നു അവർ വച്ചത്. കാർ സ്റ്റാർട്ടായി 10 മിനിറ്റ് കഴിയുമ്പോൾ ബോംബ് പൊട്ടും. സത്യരാജ് എല്ലായിടത്തും മെസ്സേജ് കൊടുത്തു. അതനുസരിച്ച് ഒരു ഔട്ട് പോസ്റ്റിലെ പോലീസുകാരൻ കാറിന് കൈ കാണിച്ചെങ്കിലും വിജയദാസ് നിർത്തിയില്ല. ആരോടോ ഉള്ള വാശി മുഴുവൻ അയാൾ ആക്സിലേറ്ററിൽ പ്രയോഗിക്കുകയായിരുന്നു. മിനിറ്റുകൾ, ഒരു സ്ഫോടനം. പിന്നാലെ വന്ന വാഹനങ്ങൾ ബ്രേക്ക് ചെയ്തു. മുന്നിൽ പോയ കാർ പൊട്ടിത്തെറിക്കുന്നതും തീപിടിച്ച ഭാഗങ്ങൾക്കൊപ്പം ചോരയുടെ പ്രളയവും മറ്റുള്ളവർ കണ്ടു. 2 ആഴ്ചകൾക്ക് ശേഷം ചന്തുവിൻ്റെ വീട്ടിൽ താമസം മാറ്റമാണ്. താമസക്കാരൻ ചന്തു അല്ല, ചായക്കടക്കാരൻ കുഞ്ഞച്ചൻ്റെ മകൾ ഷേർലിയും ഭർത്താവ് കുമാറും. കുഞ്ഞച്ചനും ചായക്കട നിർത്തി അവരോടൊപ്പം അവിടെ താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ജാതിയും മതവുമൊക്കെ വിസ്മരിച്ച് കുമാർ ഷേർലിയെ വിവാഹം ചെയ്യുകയായിരുന്നു. തനിക്ക് ഒരിക്കൽ അഭയം തന്ന കുഞ്ഞച്ചൻ തന്നെയാണ് അവിടെ താമസിക്കുവാൻ യോഗ്യനെന്ന് ചന്തു തീരുമാനിച്ചതാണ്. ചടങ്ങുകളിൽ മേരിയമ്മയും ലിസിയും ഉണ്ടായിരുന്നു. അവസാനം യാത്ര പറഞ്ഞ് അവർ മൂവരും മാത്രം കാറിൽ കയറി. ഈ കഥ ഇവിടെ അവസാനിച്ചു.